السلام عليكم ورحمة الله وبركاته. وعليكم الحمد السلام. لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء جديد من لقاءات فهم القرآن على أيسر الطريق. ونحن الآن في الدورة الأولى من دروس اللغة العربية لغير الناطقين بها. هل تذكرون أين وقفنا؟ في أي صفحة؟ أين وصلنا؟ എവിടെ എത്തി, എവിടെ ഏത് പേജിലാണ് നിർത്തിയത് എന്ന് വല്ല ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും? 56. 56. 6. അപ്പൊ 6 എത്ര എന്ന് പറയും അറബിയില്? 6 അറബിയിൽ എന്ത് പറയും? സിത്ത. 50 എത്ര പറയും? എന്ത് പറയും? 50. എല്ലാത്തിനും കൂടെ ഈനെ ചേർത്താല് അതിന്റെ ദശങ്ങൾ കിട്ടും. സലാസ മുതൽ കേട്ടോ. സലാസ സലാസീൻ, അർബ അർബഈൻ, ഖംസ ഖംസീൻ. അപ്പൊ സിത്ത വ ഖംസീൻ. ഇനി അങ്ങോട്ട് നമുക്ക് അറബി ഇങ്ങനെ എന്ത് ചെയ്യണം? കമ്പൽ ചെയ്തിട്ടല്ല, മറിച്ച് എന്ത് ചെയ്യണം? പഠിച്ചു പോകണം. നമ്മൾ പഠിക്കണം എന്ന ഒരു ആകാംക്ഷ നമ്മളുണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. പഴയ ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഉത്സാഹം ഉണ്ടെങ്കിൽ എത്താൻ. അത് തന്നെയാണ് എല്ലാത്തിനും ഒരു പ്രോവർബ് മാത്രമാണ്, എല്ലാ ഭാഷയിലും ഉണ്ട്. മൻജദ്ദ വജദ എന്ന് പറയും അറബിയിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം ഇനി എനിക്ക് അറബിയോട് അഭേദ്യമായ ബന്ധം ഉണ്ടാകണം, അഭിനിവേശം ഉണ്ടാകണം, സ്നേഹം ഉണ്ടാകണം എന്ന് വിചാരിച്ചാൽ സ്നേഹിക്കാൻ പറ്റും, അല്ലേ? സ്നേഹത്തിന്റെ മനഃശാസ്ത്രം ഉണ്ടല്ലോ. സ്നേഹത്തിന്റെ മനഃശാസ്ത്രം കേട്ടിട്ടുണ്ടോ? നമ്മൾ ഒന്നിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കീഴ്പ്പെടുത്താൻ പറ്റും. ആത്മാർത്ഥമായി സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് കള്ളക്കാരന്മാര് പല തത്വങ്ങളും പറയുന്നുണ്ട്. ദ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും. ലോ ഓഫ് അട്രാക്ഷൻ നെറ്റിൽ വെറുതെ ഇരിക്കുമ്പോൾ സെർച്ച് ചെയ്ത് നോക്കുക. ലോ ഓഫ് അട്രാക്ഷനിൽ ഒരുപാട് PDF ഒക്കെ കിട്ടും, അടിച്ചു നോക്കിയാൽ മതി. ലോ ഓഫ് അട്രാക്ഷൻ. എന്തിനോടാണോ നമുക്ക് അദമ്യമായ അഭിനിവേശം ഉണ്ടാകുന്നത് അതിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, അപ്പം 56 അല്ലെങ്കിൽ സിത്ത വ ഖംസീൻ. സിത്ത വ ഖംസീൻ. പാഠം തീർന്നല്ലേ? ഇന്ദക സയ്യാറത്തുൻ യാ അഖി? ലാ, മാ ഇന്ദി സയ്യാറത്തുൻ, ഇന്ദി ദറാജത്ത്. അങ്ങനെ ചോദ്യമൊക്കെ വായിച്ചായിരുന്നു നമ്മള്. ചോദ്യം ഒക്കെ വായിച്ചായിരുന്നോ? ക്വസ്റ്റ്യൻസ് വായിച്ചിരുന്നു. പാസ്സാകുന്നു. വായിച്ചില്ല. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏറ്റവും പ്രായമുള്ള ആൾക്ക് എന്തായാലും ഓർമ്മയുണ്ട്. ഹസ്രത്തുൽ വക്കീലെ അസാബ് അല്ലാഹി വബറകാതുഹു. അറബി അധ്യാപകനുണ്ട് ചോദിച്ചാല് ഈ പറഞ്ഞാൽ അപ്പൊ ഞാൻ ഇത്രയുള്ള വാക്കുകൾ വരുന്നില്ലേ? ആ, അപ്പൊ ഒരാൾ പറയും മസ്മുക്ക, മസ്മുക്ക ഔ മസ്മുക്കി. ഇസ്മി ഷഹനാസ്. ഇസ്മി ഷഹനാസ്. മസ്മുക്ക എന്ന് ചോദിച്ചാൽ ആണിന്റെ അടുത്താണ്, പുരുഷനോടാണ് ചോദിച്ചത്. മാ ഇന്ദകും റജുലുൻ? ലാ. മാ ഇന്ദകും റജുലുൻ? അലൈസ മിൻകും റജുലുൻ റഷീദ്, മുഹമ്മദ് റഫീഖ്. മുഹമ്മദ് റഫീഖ് കേട്ടില്ലേ? എന്താ പറഞ്ഞത്? മസ്മുക്ക. ഇസ്മി മുഹമ്മദ് റഫീഖ്.
ما شاء الله ما شاء الله. ما اسمك يا ചങ്കരത്ത്? ചങ്കരത്ത് എവിടെ? അതല്ലേ? ما لغتك يا ما لغتك يا شرف الدين؟ عربي. اسمي شرف الدين. ما لغتك؟ عربي. لغتي العربية. لغتي عربية. العربية. عربي. لغتك ليس عربية لكن نقول الهند لا العربية ما في مشكلة. شاب. ما لغتك يا نسير؟ يا نسير ما لغتك؟ يا نسير هل تسمع نسير؟ നസീർ വേറെ ആരെങ്കിലും പേരിൽ കയറിയിരിക്കണോ? നസീർ വേറെ ആരെങ്കിലും ആരെങ്കിലാണോ ഒറിജിനൽ? ഇത് ഒറിജിനൽ പേര് തന്നെയാണ്. ഈ പേര് നോക്കിയിട്ട് ഞാൻ വിളിക്കുന്നത് കേട്ടോ. എനിക്ക് എന്റെ നിങ്ങളുടെ പേരൊന്നും എനിക്കറിയാം. ഇത് എന്താണ് പേര് കാണുന്നത് അതാ വിളിക്കുക. من أين أنت يا نسير؟ من أين أنت يا شرف الدين؟ في الكويت. أنا من حاليا أنا كويت. الحين أنا في الكويت لكن أنت من الهند. قل أنا من الهند. قال أنا من الهند. أنا من الهند. أين أبوك يا നസീർ? ഇവിടെ ഇല്ലല്ലോ. എല്ലാം ഇതിലെല്ലാം എന്താണ് ഇപ്പൊ ബിൽഡിംഗാണ്. നമ്മൾ സ്ത്രീലിംഗം പഠിക്കാത്തതുകൊണ്ടാണ് അത് ബിൽഡിംഗമാക്കി പറയുന്നത്. അപ്പൊ പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ പറയാം. അയിന അബൂക്കി യാ മുംതാസ്? هل تسمعين يا ممتاز؟ يا راحي ممتاز. محمد علي. أين أبوك؟ أين كيرلا. أين أبوك؟ أبو أبادا. أبو فادر. أين പാഠം വായിച്ചു പഠിച്ചായിരുന്നു? أين وير. പാഠം വായിച്ചു പഠിച്ചോ? എവിടെ أين أبوك يا വേർ എന്നുള്ള ആൻസർ പറഞ്ഞു. കേരള. في البيت في المسجد في كيرلا. أين أبوك؟ أبوك في البيت. أبي في البيت. വാപ്പ ഇപ്പൊ എവിടെ ഉണ്ട്? ഞാൻ ഖത്തറിലാണ്. വാപ്പ കേരള നാട്ടിലാണ്. അപ്പൊ ഓക്കെ ശരിയാണ്. أبي في كيرلا. ما شاء الله. أين أمك؟ في البيت. أمي في البيت. അല്ലെങ്കിൽ هي في البيت. هي في البيت. طيب ألك أخ يا راحية؟ ألك أخ؟ സഹോദരൻ. أخ ألك أخ؟ لي أخ. لي أخ. نعم لي أخ. طيب ألك أخت يا ممتاز؟ ممتاز പറഞ്ഞാ നേരത്തെ. يا رحنا. മുംതാസ് എല്ലാം ഇൻഷ്യലും കൂടി ചേർത്തി കൊടുക്കണം നിങ്ങളുടെ പേര് കൊടുക്കുമ്പോ. മുംതാസ് അനീസ്. ألك أخت يا ممتاز أنيس؟ يا ممتاز أنيس. ألك أخت. نعم لي أخت. منير. لا ليلنجي لا. طيب عندك سيارة يا مهلة؟ عندك سيارة؟ مهلة. نعم عندي. نعم طيب عندي سيارة. طيب عندك دراجة يا نسير؟ نسير سبا يقول الله. يا رمشاد عندك دراجة؟ نعم. نعم عندي دراجة. نعم عندك سيارة. نعم عندي سيارة.
لا ദർറാജത്തുള്ളെന്ന് ചോദിച്ചു. دراجة الطيارة അത് സൈക്കിള് ഉം. സൈക്കിള് നിന്റെയാണോ സൈക്കിൾ നിന്റെയാണോ സൈക്കിളുണ്ടോ? ആ സൈക്കിൾ നിന്റെയാണോ സൈക്കിൾ നിന്റെ എന്നല്ല, എന്റെ ഒന്നും അല്ല. ഇന്തൊക്കെ നല്ലോണം വായിച്ചു പഠിക്കണം കേട്ടോ. ഇത് 3-4 പ്രാവശ്യം വായിച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല. നിന്റെ അടുത്തുണ്ടോന്നല്ലേ? നിന്റെ അടുത്തുണ്ടോ? പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നു. നിന്റെ അടുത്തുണ്ടോ? എന്താന്ന് വാക്ക് പറഞ്ഞു. എന്തൊക്കെ ചെയ്യാറുണ്ട് ചോദിച്ചു, അഹം ചോദിച്ചു. നിന്റെ പക്കൽ. പക്കലെങ്കിൽ പക്കൽ, അടുത്തെങ്കിൽ അടുത്ത്. ഓ അടുത്ത്, സോറി. സാധാരണ ഹി എന്ന് വിളിക്കാമോന്നാ ചോദിച്ചത്. മലയാളത്തിൽ ഇപ്പൊ ചോദിച്ചാണോ അറബി ഇംഗ്ലീഷ് ചോദിച്ചാണോ? അറബിയില് അറബിയിൽ ഹി ഉണ്ടോ? അല്ല ഹീക്ക് അങ്ങനെ എന്തോ പറയൂ, അല്ലെങ്കിൽ അബൂന്ന് എന്താ പറയാറ്? ഹുവ. ഓക്കെ. هو في المسجد الآن، هو في المسجد. هو ഹി എന്ന് പറയുന്നത് ഹിയയ്ക്ക് പകരമാണ് ഹി എന്ന് പറയുന്നത്. പെണ്ണാണെങ്കിൽ ഹിയ. ലി ഉമ്മുൻ ഹിയ ഫിൽ ബൈത്തി. അപ്പൊ എന്താ അടുത്തെന്താ? അതിന്റെയൊക്കെ ദർറാജത്തിന് കഴിഞ്ഞു. അതിന്റെയൊക്കെ കലമുൻ യാ സാജിദ. അതിന്റെയൊക്കെ കലമുൻ. نعم عندي قلم. نعم عندي قلم. عندك دفتر. عندك دفتر يا رمشاد. عندك دفتر. جلدي سرعة എന്ന് പറഞ്ഞ അറബികൾ വേഗം പറയാം. ക്വിക്ലി. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും വേഗം പറയാം. നമ്മളെ മനസ്സിൽ പെട്ടെന്ന് വരണം. എന്താണ് പെട്ടെന്ന് പറയണം. നമ്മളെ ആൻസർ പറയുന്നത് നമ്മളെ മനസ്സിന് പെട്ടെന്ന് വരുന്നതാണ് നമ്മളെ ഒറിജിനൽ ആൻസർ. ഒരു ദിവസം എന്റെ പേരക്കുട്ടി രണ്ടു ദിവസം മുമ്പ് എന്റെ പേരക്കുട്ടി ചോദിച്ചു, യു നോ വാട്ട് ഐ വുഡ് ലൈക്ക് ടു ബി എന്ന് ചോദിച്ചു. ഞാൻ എന്താകണമെന്നാണ് ഗ്രാൻഡ് ഫാദർ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിനക്കൊരു പൈലറ്റ് ആവണമെന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. ആ സമയത്ത് എന്റെ മനസ്സിൽ വന്ന അതാണ് അത് പറഞ്ഞു. അപ്പൊ കുട്ടി ചോദിച്ചു, അതെങ്ങനെ ഇപ്പൊ മനസ്സിലാക്കിയത്? എന്റെ മനസ്സിലായ സമയത്ത് അത് വന്നു. അതാണ് ആൻസർ. ഇമ്മീഡിയറ്റ്ലി പറയണം. അടുത്തത് ദഫ്തർ ആരും പറഞ്ഞില്ല. نعم عندي دفتر. نعم عندي دفتر. طيب أبوك تاجر يا شهيدة؟ أبوك تاجر؟ لا. അബി എന്താണ്? അപ്പ എന്താണ്? ദുക്തൂറാണോ, മുഹന്ദിസ് ആണോ, മുദരിസ് ആണോ, എന്താണ്? മുദരിസുൻ. അബി മുദരിസുൻ. ലാ അബി മുദരിസുൻ. അബൂക്ക് താജിർ എന്ന് ചോദിച്ചപ്പോ ലാ അബി മുദരിസുൻ. മുഹമ്മദ്. നിന്റെ പാപ്പ കച്ചവടക്കാരനാണ്. അല്ല ഇവിടെ പരസ്പരം അറിയുന്ന ആരുണ്ട്? ഉദാഹരണം പറയാം. മൻ ഐന എന്ന് വായിക്കാൻ പറ്റില്ല കേട്ടോ. മിൻ ഐന. റംഷാദ് ഇവിടെ അബി താജിറു എന്നുള്ളത് ആയിരുന്നു എന്ന് പറയാൻ എന്താ പറയണ്ടേ? അത് നമ്മൾ അതിലേക്ക് വരും കേട്ടാ. നമ്മള് ആദ്യം അവിയൽ വിളമ്പും, പിന്നെ അതിന്റെ അടുത്ത സാധനം പപ്പടം. ആദ്യം പപ്പടം വിളമ്പും, പിന്നെ അവിയൽ വിളമ്പും, പിന്നെ തോരനും, പിന്നെ ചോറിടും, പിന്നെ സാമ്പാർ ഒഴിക്കും. ഇനി ആദ്യം അവിയൽ വിളമ്പും, സാമ്പാർ എവിടെയെന്ന് ചോദിക്കും. മനസ്സിലായോ? എന്ത് മനസ്സിലായി?
തീർപ്പല്ല. റിട്ടയർഡ് അധ്യാപകനാണെങ്കിൽ എങ്ങനെയാ പറയാന്നായിരിക്കും. അതൊന്നും പറയണ്ട ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത് അതാണ് ആൻസർ. നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ പറയണമെന്നില്ല, എന്തെങ്കിലും ആൻസർ പറയാ, അതാ വേണ്ടത്. പിന്നെ മുഹമ്മദ് എവിടെയായിരുന്നു അതിന് മുഹമ്മദ് ഹിന്ദെന്ന് പറയാം. അല്ല വേർന്നല്ലേ മിനൈന നസ്രം വേർ ഹിന്ദി ഓക്കെ. ട്രിവാൻഡ്രം അല്ല, ത്രിഫാന്ത്രം. ആ ത്രിഫാന്ത്രം. അപ്പൊ ടാ ഇല്ല അറബിയിൽ ടാ ഇല്ലാത്തതുകൊണ്ട് ടായും ടായും ഇല്ലാത്തത് എന്ത് ചെയ്യണം? അറബിയിലുള്ള അക്ഷരം ഏതാണോ ആ അക്ഷരത്തിന്റെ ഉച്ചാരണത്തിന് മാറ്റണം. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യണം? ത്രിഫാന്ത്രം എന്നാണ് പറയുക. അപ്പൊ പിന്നെ അതേപോലെ ഇംഗ്ലീഷിൽ വി ആണ് എഴുതുന്നതെങ്കിൽ അറബിയിൽ വരുമ്പോ എന്താവും? ഫായാണ് വരിക. ഇംഗ്ലീഷിൽ വി എഴുതുന്നതിനെ അതിനെ ട്രാൻസ്ലിറ്ററേറ്റ് ചെയ്യുമ്പോൾ അറബിയിൽ വരുമ്പോ ഫായാണ് പറയുക, ത്രിഫാന്ത്രം. ഇംഗ്ലീഷിൽ ഡബ്ല്യു ആണ് എഴുതുന്നതെങ്കിൽ അറബിയില് വാ ഇടും. ഓക്കെ. അപ്പൊ ഖലീല എവിടെ നിന്നാണ് നിങ്ങൾ കേട്ടല്ലോ? അല്ല, നിങ്ങൾ എല്ലാ ബാക്കിയുള്ളവർ കേട്ടോന്നാണ് ചോദിച്ചത്. ട്രിവാൻഡ്രം അല്ല, നമ്മൾ മലയാളത്തിൽ ട്രിവാൻഡ്രം പറഞ്ഞ് ശീലിച്ചു പോയി. ത്രിഫാന്ത്രം അനാന്നല്ല പറയണ്ടേ? അന എന്ന് നീട്ടില്ല. അന മീൻ ത്രിഫാന്ത്രം നീട്ടില്ല എന്ന് ചോദിച്ചാല് നമ്മൾ വജ്ജത്ത് വജിഹില്ലതി പത്രസമാധി പറയുമ്പോ എന്താ പറയുന്നത്? അന മിനൽ മുസ്ലിമീൻ, അനാ മിനൽ മുസ്ലിമീൻ എന്നല്ല പറയുന്നത്. നിങ്ങൾ കുറെ ആൾക്കാർ തജ്വീദ് പഠിച്ചവരുണ്ടല്ലോ. അന എന്ന് പറയുന്നത് ഒരു അസ്മാൽപ്പെട്ട അനയും സഹോദരിമാരും എന്ന് പറയുന്ന ഒരു കുറച്ച് സഹോദരിമാരുണ്ട്. അനയും സഹോദരിമാരും തജ്വീദ് പഠിച്ച ആരെങ്കിലും ഉണ്ടോ? തജ്വീദ് പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ആരില്ലേ? കാരണം തജ്വീദ് നിങ്ങൾ പ്രോപ്പർ ആയിട്ടല്ല പഠിക്കുന്നത്, അതാണ് കുഴപ്പം. തജ്വീദ് പഠിച്ച ആരും ഇല്ലേ നിങ്ങളുടെ കൂട്ടത്തില്? പഠിച്ചിട്ടില്ല. മസ്മുഖി, ഖലീല പഠിച്ചു. തജ്വീദ് പഠിച്ചോ? പഠിച്ചു. വേറെ ആരും പഠിച്ചു തജ്വീദ്? തജ്വീദ് പഠിച്ച് വേറെ ആരുണ്ട്? പഠിച്ചിട്ടുണ്ട്. പേര് പറയും. ഫാത്തിമ നാലകത്ത്. എവിടെന്നാ പഠിച്ചേ? അതൊരു ഓൺലൈൻ ക്ലാസ്. ഓക്കെ. അനയും സഹോദരിമാരും പഠിച്ചിട്ടുണ്ടോ? അനയും സഹോദരിമാരും അത് എങ്ങനെയാന്ന് മനസ്സിലായില്ല എനിക്ക്. അങ്ങനെ സംഭവം പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ പഠിച്ചില്ല. അങ്ങനെ സംഭവം ഉണ്ട് കേട്ടാ. അപ്പൊ അനയും സഹോദരിമാരും എന്ത് വേണ്ട? ചേർത്ത് ഓതുമ്പോൾ നീട്ടില്ല. അത് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. എന്തോ ഒരു കൺഫ്യൂഷൻ ആയതാ. അപ്പൊ അന എന്നാണ് വായിക്കേണ്ടതെന്ന് ചോദിച്ചെന്താ പറയേണ്ടതെന്ന് ചോദിച്ചെന്താ? ആരാ? അപ്പൊ അന കേട്ടോ, ചേർത്ത് പറയുന്നതാണ് നമ്മൾ അധികം പറയുന്നത്. കാരണം അന എന്ന് പറയുന്നിടത്ത് നിർത്തുന്നത് 99% നിർത്തില്ല. ഞാനെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താ? ആരുണ്ട് എന്ന് ചോദിക്കുമ്പോ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ അന അപ്പൊ നീട്ടി പറഞ്ഞോളൂ. അല്ലെങ്കിൽ അന ഇടയിലാണ് വരുന്നെങ്കിൽ നീട്ടില്ല. ഓക്കെ. അന, ലാക്കിന്ന, സരീറ, സദീല, റസൂല, അങ്ങനെ കുറെ വാക്കുകളുണ്ട്. നമ്മളെ തജ്വീദ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. തജ്വീദ് നമ്മളൊരു ക്ലാസ് തുടങ്ങാൻ പോകുന്നു. എല്ലാവരും തജ്വീദ് പഠിച്ചു പോയി കുളമാക്കിയിട്ടാണ് നമ്മൾ തരും. അപ്പൊ നമ്മള് ഒരു ക്ലാസ് ചിലപ്പോ റമദാനിനോ അതിന് ശേഷം തുടങ്ങും തജ്വീദ്. പക്ഷെ നമ്മളെ തജ്വീദ് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ ക്ലാസ്സുകളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടേ പോവുള്ളൂ. അല്ലാതെ എല്ലാം ഒരുമിച്ച് ബൾക്കായിട്ടൊന്നും തരില്ല. ഫസ്റ്റ് പ്രിലിമിനറി തജ്വീദ്, ഇൻട്രൊഡക്ഷൻ. ഓക്കെ. അപ്പം ഖലീലയുടെ സ്ഥലം കേട്ടല്ലോ. ഞാൻ ചോദിക്കുകയാണ്, മിൻ ഐന ഖലീല? അല്ല, ഖലീല മിൻ ഐന ഖലീല വേറെ ഒരാൾ പറയണം.
ഞാൻ യാ ഖലീല എന്ന് ചോദിച്ചാലേ ഖലീല ഉത്തരം പറയാം. ഓക്കെ ഓക്കെ. അപ്പൊ ഖലീല എവിടത്തുള്ള ആളാണ് എന്ന് വേറൊരാൾ പറയും. ഹിയ മിൻ തിർഫാൻദ്രം. മാഷാ അല്ലാ. ഹിയ മീൻ ത്രിഫാൻ, അതാ നമുക്ക് വേണ്ടത്. അപ്പൊ ഹുവ പഠിച്ചു, പിന്നെ ഹിയ മീൻ ത്രിഫാൻദ്രം. ശാന്ത. അപ്പൊ അതേപോലെ ഹിയക്ക് പകരം അബുവിനെ ചോദിച്ചാൽ അബു ഒരാൾ പറയും ഐന അബൂക്ക. വാപ്പ എവിടെ ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞ്, വാപ്പ അല്ല അബി എന്ന് വാക്ക് ഉപയോഗിക്കാതെ ഹിയക്ക് പകരം എന്തുപയോഗിക്കും? ഹുവ മിൻ കൂഷിൻ. അല്ല, ഐന എന്ന് ചോദിച്ചത്. هو في المسجد. ഹുവ ഫിൽ മസ്ജിദ്. ഫി അൽ മസ്ജിദ് അല്ല, ഹുവ ഫിൽ മസ്ജിദ്. في المسجد. ഹുവ ഫിൽ മസ്ജിദ്. നിങ്ങൾ മറയ്ക്കാതെ ഉത്തരം പറഞ്ഞാലേ നമ്മൾ എന്ത് ചെയ്യാണ്ട് കറക്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റും. നമ്മൾ അറച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എന്തായിരിക്കും, ഒരിക്കലും നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റില്ല. ഓക്കെ. هو ഓക്കെ, هو ده. നെക്സ്റ്റ് സ്റ്റേജായി പോകാം നമ്മൾ. ഹാദിഹിൽ ബിന്ദു ഫിൽ ഫറാഗി ഫീമാ യലി അദ്ദമീറ ഹു ഔ ഹ. നമ്മൾ ഷർത്തായിട്ടുള്ള എന്താ വായിക്കുക? വരയിടില്ലേ, വരയിടുന്ന വരയ്ക്ക് ഷർത്താന്നാ പറയുക. ഷർത്ത നമ്മള് എന്താ പറയാ, ബാർ എന്ന് പറയില്ലേ, ബാർ. വരയിടും 30 ബാർ 40 എന്നൊക്കെ പറയുന്നില്ലേ, അതിന് ഷർത്ത എന്നാണ് അറബിയിൽ പറയുക. അപ്പൊ ഹു അത് നമ്മൾ വായിക്കുമ്പോ എന്ത് വായിക്കും? ഫിൽ ഫറാഗി ഫീമാ യലി അദ്ദമീറ ഹു ഔ ഹ. നമ്മൾ മലയാളത്തിൽ വായിച്ചാല് ഹു അല്ലെങ്കിൽ ഹ ചേർക്കുക എന്ന് പറയും. അപ്പോൾ അറബിയിൽ വായിക്കുമ്പോ ഹു ഔ ഹ, ഹു അല്ലെങ്കിൽ ഹ ചേർക്കണം. ഹാദിഹിൽ ബിന്തു താലിബത്തുൻ. ഹാദിഹിൽ ബിന്തു താലിബത്തുൻ ഇസ്മുഹ അവസാനത്തെ അക്ഷരം പറയാം കറക്റ്റ് ആയിട്ട്. സൈനബു. ജൈനബു എന്ന് പറയുന്നത് ജൈന മാത്രമേ കേൾക്കുന്നുള്ളൂ, ബാക്കി എന്താ കേൾക്കാത്തത്? സൈനബു. ഇസ്മുഹ സൈനബു. അതെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മാ മാനൽ അറബിയത്തു. അറബി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അവസാനത്തെ അടയാളം മാറി വരുന്ന ഭാഷ എന്നാണ് അറബി എന്ന ഭാഷയുടെ അർത്ഥം. മനസ്സിലായോ? അവസാനത്തെ അടയാളം മാറി വരുന്ന ഭാഷ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ടാണ് പഠിക്കുന്നത്. ആ ഒരു വാക്കിന്, ഓരോ വാക്കിനെയും അവസാനത്തെ അടയാളം എന്തായിരിക്കും എന്ന് പഠിക്കലാണ് നമ്മുടെ പഠനത്തിന്റെ 50%, നമ്മുടെ കോഴ്സിന്റെ 50%. ഓക്കെ. അസാനി ആദിൽ തന്നെയാണ് കയറിയിരിക്കുന്നത്. ആദിൽ വാഹിദ. രണ്ടാമത് വായിക്കുക മുഹമ്മദുൻ തബീബുൻ വബിനുഹു മുഹന്ദിസുൻ. കാരണം മുഹമ്മദ് ആയതുകൊണ്ട് അബിനുഹു മുഹന്ദിസുൻ. അസാലിസ് നാലകത്ത് ഫാത്തിമ ഹാദർ റജുലു താജിറുൻ കബീറുൻ ഇസ്മു. ഹാദർ റജുലു താജിറുൻ കബീറുൻ ഇസ്മുഹു അബ്ദുല്ലാഹി. ഇസ്മുഹു അബ്ദുല്ലാഹി. ഈ ഫാത്തിമ നാലകത്ത് തന്നെയാണ് പറഞ്ഞത്. ഇടയ്ക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കാം? ഞാനൊന്ന് പറഞ്ഞു. ഇല്ലല്ല. പറയരുത്. അപ്പൊ നിങ്ങൾ അടുത്ത് വായി. റംല ആമിനത്തു ഫിൽ ഗുർഫതി വ ഉമ്മു ഫി മറ്റേ ആൾക്ക് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് പറ്റുന്നില്ല. അവസാനത്തെ അടയാളം കൃത്യമായി പറയുക കേട്ടോ. തെറ്റിയാൽ പഠിപ്പിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ തെറ്റിച്ചാലേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഓക്കെ. അൽഖാമിസ് زينة عائشة طبيبة وأختها ആരും പറഞ്ഞു കൊടുക്കരുത്. ആയിഷ ഡോക്ടറാണ്. ആയിഷ ഒരു ഡോക്ടറാണ്. അവരുടെ സഹോദരി മുമരിദത്തുൻ നഴ്സാണ്. അസാദിസ്
ഖലീല ഖറജ മുഹമ്മദിൻ മിനൽ ഫസ്ലി വഖറജ മഅഹു ജമീലു ജമീലഹു ജമീല അല്ല ജമീലു എന്ന് ഞാൻ പറഞ്ഞു. ബാക്കി ജമീലുഹു 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 ജമീലുഹു. അപ്പൊ ഖറജ എന്നത് എന്താണ്? ഒരു വെർബാണ്. ഖറജ ഇത് വെർബാണ്. ആ വെർബിന് ശേഷം വരുന്ന നൗൺ എന്തായിരിക്കും? ആ വെർബിന്റെ സബ്ജക്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് രണ്ടാമത് കേട്ടിട്ട് നിങ്ങൾ നോട്ട് എഴുതില്ല, ഇപ്പോഴല്ല. ഒരു വെർബിന്റെ ശേഷം വരുന്ന നൗണ് അതിന്റെ കർത്താവാണെങ്കിൽ അതിന്റെ അടയാളം എന്തായിരിക്കും? റഫ് ആയിരിക്കും. ഞാൻ പഠിപ്പിച്ച റഫ്. മർഫു. ഞാൻ ഇപ്പൊ തിന്നുന്ന പപ്പടമാണെന്ന് പറഞ്ഞാൽ ഞാൻ പപ്പടം തന്നെങ്കിലും നിങ്ങൾ തിന്നാൻ പറ്റും. ഓക്കെ, നമ്മൾ പഠിക്കാത്തത് പറയരുത്. കാരണം ഇത് പഠിക്കാത്തവരാണ് മെജോറിറ്റി. നിങ്ങൾ പഠിച്ചു കാണും, പറയുന്നത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്നവരെ അത് പറയരുത്. ഇതിന്റെ പുസ്തകത്തിൽ വരും, ചിലപ്പോ വരും, വന്നില്ലെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു തരാം നമ്മുടെ പുസ്തകത്തിൽ. ഇല്ല പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്തില്ല പറയാം. അതായത് ഒരു കോഴ്സ് ഉണ്ടാക്കുമ്പോൾ ഈ കോഴ്സ് ഉണ്ടാക്കുന്നവർക്ക് ഒരു ഐഡിയ ഉണ്ട്, ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് പഠിപ്പിക്കേണ്ടത്. അതനുസരിച്ചാണ് അവരെന്ത് ചെയ്യുന്നത്? അവർ വർഷങ്ങളോളം ഗവേഷണം നടത്തിയ പുസ്തകം ഉണ്ടാകും. നമ്മളത് ഓർത്തയും ചില ആൾക്കാർ ദിവസം ലോകത്തിൽ അറബി തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യും? ഇത് നമ്മളെ ഹുവ പഠിച്ചു, ഹിയ പഠിച്ചു, ഇത് രണ്ട് പുസ്തകങ്ങളുണ്ട്, ഇതിന്റെ കൂടെ 10-12 എണ്ണം കൂടെ ഉണ്ട് കേട്ടോ, ഇതെല്ലാം കൂടെ പഠിച്ചിച്ചോളൂ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ബക്കറ്റിൽ എങ്ങനെ കൊടുക്കും. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നവരാ. അപ്പോൾ വിചാരിക്കും ബിരിയാണി അല്ലേ, ബിരിയാണി ആകുമ്പോ എല്ലാം കൂടെ ആണല്ലോ. എന്നാ പിന്നെ ഈ ഊണ് കൊടുക്കുമ്പോഴേ എല്ലാം കൂടെ ഒരുമിച്ച് കൊടുത്താൽ പോരെ? മതിയോ? അത് ശരിയാവില്ല. ഊണ് കൊടുക്കുമ്പോൾ വേറെ വേറെ കൊടുക്കണം, ബിരിയാണി കൊടുക്കുമ്പോൾ ഒരുമിച്ച് കൊടുക്കണം. ശരി, അപ്പൊ എന്താവും? ഖറജ എന്നത് എന്താണ്? ഒരു വെർബാണ്. ആ വെർബ് ക്രിയയാണ്. വെർബ് എന്ന് പറഞ്ഞാൽ ഫിഅൽ അല്ലെങ്കിൽ ക്രിയയാണ്. അതായത് ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ്. അതിനുശേഷം ആ പ്രവൃത്തി ചെയ്ത ആളെ പറയണം. അങ്ങനെ ആ പ്രവൃത്തി ചെയ്ത ആളെ പറയുമ്പോൾ ആ പ്രവൃത്തി ചെയ്ത ആളുടെ അവസാനത്തെ അടയാളം എന്തായിരിക്കും? ലമ്മത്തായിരിക്കും. ലമ്മത്ത്. അപ്പൊ അതുകൊണ്ടാണ് ഖറജ മുഹമ്മദുൻ മിനൽ ഫസ്ലി വഖറജ മഅഹു, അവനോടൊപ്പം പുറപ്പെട്ടു. ആര് പുറപ്പെട്ടെന്നാ പറഞ്ഞത്? ജമീലു. അതുകൊണ്ട് ജമീലിന് എന്താണ്? ലമ്മാണ് കേട്ടോ. ജമീലിന്റെ കൂടെ വേറെ ഒന്ന് ചേർക്കുമ്പോൾ ജമീലിന് ഒരു ലമ്മയോട്. മുഹമ്മദിന്റെ കൂടെ ശ്രദ്ധിക്കാം പറയുമ്പോ പിന്നെ ഇടയ്ക്ക് പറയും. മുഹമ്മദിന് രണ്ട് ലമ്മാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പഠിക്കുന്ന നാമങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണോ അതേപോലെ വായിച്ച് പഠിക്കണം. റീഡ് അലൗഡ് ഉറക്കെ വായിച്ച് പഠിക്കണമെന്നാണ്. പണ്ട് ചോറ് കളഞ്ഞൊക്കെ വായിച്ച് പഠിച്ച ഓർമ്മയില്ലേ? ഞാൻ ചോറ് കെട്ടല്ല, പായസം അമ്പലത്തിൽ നിന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പൊ ചോറ് കളഞ്ഞപ്പോ പിന്നീട് പറഞ്ഞാൽ ചോറ് കളഞ്ഞ കുട്ടി ഹിന്ദി പഠിക്കുക. അപ്പൊ അതുപോലെ ഉറക്കെ വായിച്ച് പഠിക്കുക. ആരെന്ത് വിചാരിച്ചാൽ നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ മുഹമ്മദുൻ എന്ന നാമത്തിന് എന്തുണ്ട്? രണ്ട് ഖറജ മുഹമ്മദുൻ. നിങ്ങൾ ഞാൻ പറയുന്നത് ഇടയ്ക്ക് പറഞ്ഞ് എനിക്ക് അറിയാത്തതുകൊണ്ടല്ല പറയുന്നത്, മനസ്സിലാക്കുക. എനിക്കറിയുന്നതെല്ലാം പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. അങ്ങനെ പഠിപ്പിക്കണേ ഞാൻ പഠിപ്പിക്കാം. ഒറ്റ ദിവസം കൊണ്ട് ഇംഗ്ലീഷ് അറബി കംപ്ലീറ്റ് പഠിപ്പിക്കാം. ഓക്കെ, രണ്ട് നമ്മളുണ്ട്. ഖറജ മുഹമ്മദുൻ മിനൽ ഫസ്ലി വ ഖറജ മഅഹു, അദ്ദേഹത്തോടൊപ്പം പോയി. പക്ഷെ ഖറജയ്ക്ക് ശേഷം ഖറജയുടെ സബ്ജക്റ്റിനെ തൊട്ടുടനെ അല്ല പറഞ്ഞത്. മ എന്ന് പറഞ്ഞ് നമുക്കറിയാം, മ എന്ന് ഒപ്പം എന്ന് പറയുന്ന ഒരു പ്രിപ്പോസിഷൻ ആണ്. അത് മുമ്പ് പഠിച്ചു. ലി മിൻ അൻ മഅ എന്ന് പറയുന്നതൊക്കെ ഒരു പ്രിപ്പോസിഷൻ ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. പിന്നെ ആ പറഞ്ഞ വെർബിന്റെ സബ്ജക്റ്റിനെ പറയുമ്പോൾ ആ സബ്ജക്റ്റിന് ലമ്മത്തുള്ളൂ. അവൻ നമ്മ ഒപ്പം പോയി. ആരാ പോയത്? ജമീലു, അവന്റെ കൊളീഗ്. ജമീലിനെ അടുത്ത വാക്കിലേക്ക് ചേർക്കുന്നത് നമ്മൾ പഠിച്ചു. ഇളാഫത്ത് കൊടുക്കുമ്പോൾ ഒന്നാമത്തെ നാമത്തിന് രണ്ടെണ്ണം പാടില്ല. തൻവീൻ രണ്ടെണ്ണം ഉള്ളതിനാണ് എന്ത് പറയുന്നത്? തൻവീൻ എന്ന് പറയുന്നത്. രണ്ടെണ്ണം പാടില്ല. തൻവീൻ ഉണ്ടെങ്കിൽ അത് എടുത്ത് കളഞ്ഞ് ഒരടയാളം. ജമീലു
ഹു. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇപ്പോഴാരും എഴുതി വെക്കരുത്. പെൻ ഡൗൺ അല്ലെങ്കിൽ കയ്യിൽ പെണ്ണുള്ളത്, ഏത് പെണ്ണുള്ളതൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മൾ ചോദിച്ചത് ഇന്ത്യക്ക് കലമുൻ എന്നാണ്. നിന്റെ പക്കൽ പേനുണ്ടോന്നാണ്. അപ്പൊ മേശയിനകത്താകാം, മേശപ്പുറത്താകാം, കയ്യിൽ പേന പാടില്ല. നമ്മളെ ക്ലാസ് എടുക്കുമ്പോൾ എഴുതാൻ പറയുമ്പോഴേ എഴുതാവും. അടുത്ത ക്വസ്റ്റ്യൻ, തംരീനു സാലിസ്. തംരീനു അസ്സാലിസ്, എക്സസൈസ് നമ്പർ 3. അപ്പൊ നമ്മള് പാഠം 5 മുതൽ എക്സസൈസ് എഴുതിപ്പിക്കുന്നുണ്ട്. എഴുതാൻ വേണ്ടി, എഴുതിയത് നോക്കാൻ വേണ്ടി ഒരാളെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഉസ്താദ് രണ്ടാമതൊരു പേര് വരികയാണെങ്കിൽ വീണ്ടും ലൊമ്മന്നല്ലേ വരിക? വഖറജ മഅഹു എന്നുള്ളതിന് പകരം വഖറജ ഇബ്രാഹിമുൻ തന്നെയാണ് വരിക. ഇബ്രാഹിമിന് 2 നമ്മ വരില്ല. ഇബ്രാഹിമിന് നമ്മ വരുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഘട്ടത്തിൽ കുറേശ്ശെ പഠിക്കുക. നമ്മൾ സെന്റൻസ് എന്താണോ പഠിച്ചത് അതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഒരു വെർബ്, ആ ഒരു വെർബിന്റെ ഒരു സബ്ജക്റ്റ്, പിന്നെ വ ഖറജ മഅഹു. ഇവിടെ എന്ത് ചെയ്ത്? വെർബ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ വെർബ് റിപ്പീറ്റ് ചെയ്യാതെ പഠിക്കാറായിട്ടില്ല. മനസ്സിലായ? അതായത് ഈ പുസ്തകം തയ്യാറാക്കിയ ആള് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിദഗ്ധനായ ആളാണ്. അതെന്തെന്നറിയാമോ? ആള് മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ആദ്യം ഗ്രാജുവേഷൻ പാസ്സായത്. അത് കഴിഞ്ഞിട്ട് അലിഗഡ് യൂണിവേഴ്സിറ്റി പോയി, അവിടെ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത്, അത് കഴിഞ്ഞിട്ട് എനിക്ക് അറബി നാടിൽ പോയിട്ട് പഠിക്കണം എന്ന് തീരുമാനിച്ചു. അത് തീരുമാനിച്ചപ്പോൾ എന്തായത്? എവിടെന്നാ പഠിക്കുക? അത് എനിക്ക് അസ്ഹർ യൂണിവേഴ്സിറ്റി പോകണം. അസ്ഹർ യൂണിവേഴ്സിറ്റി പോകാൻ എന്താ വഴി? ഒരു കത്തെഴുതി, ഒരു പേപ്പർ എടുത്തിട്ട് അയാൾ കത്തെഴുതി. ആർക്ക് എഴുതിയത്? ഈജിപ്റ്റ് രാജാവിന് മന്ത്രിക്ക് അവിടുത്തെ കാര്യപ്പെട്ട ആൾക്കാരാണ് കത്തെഴുതി. അങ്ങനെ അവിടുത്തെ രാജാവിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് അറിവ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം വിചാരിച്ചു എനിക്ക് എവിടെ പോകണം? മദീന യൂണിവേഴ്സിറ്റി പോയിട്ട് പണിയെടുക്കണം. അയാൾ നേരെ എഴുതി സൗദി രാജാവിന്. എന്തായിരിക്കും അയാളുടെ ഒരു സ്കില്ല് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലാതെ കുത്തിയിരുന്ന് പഠിച്ച സ്കില്ല് മാത്രമല്ല അദ്ദേഹത്തിനുള്ളത്. ആള് ബ്രില്യൻ്റ് ആയ ഒരാളാണ്. അവിടെ ചെന്ന ഉടനെ അദ്ദേഹത്തിന് കൊള്ളാം എന്ന് വിചാരിച്ച ഉടനെ മദീന യൂണിവേഴ്സിറ്റിക്കാരൻ എന്ത് ചെയ്തു? അപ്പൊ ഇദ്ദേഹം അറബിയിലും ഇംഗ്ലീഷിലും പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത ആളാണ്. എനിക്ക് തോന്നുന്നു അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത. അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് എടുത്താണ്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റി വന്നിട്ട് എന്ത് ചെയ്യുന്നത്? നിനക്ക് ഇംഗ്ലീഷിലും അറബിയിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളത്, നീ ഒരു കാര്യം ചെയ്യും, അനറബികൾക്ക്, നോൺ അറബ്സിന് വേണ്ടിയുള്ള പുസ്തകം തയ്യാറാക്കാം. അങ്ങനെ അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ പുസ്തകമാണ് ഇത്. അപ്പൊ അവിടെ സ്വാഭാവികമായി എന്തുണ്ടാകും? മദീന യൂണിവേഴ്സിറ്റിയുടെ സൂപ്പർവിഷൻ ഉണ്ടാവും. സൂപ്പർവിഷനും ഗൈഡൻസും അതുകൂടെ മനസ്സിലാക്കണം. അപ്പൊ മദീന യൂണിവേഴ്സിറ്റി വരുന്ന അനറബികൾക്ക് വേണ്ടി അറബി അവിടെ എന്താണ് അവര് അനറബികൾക്ക് അറബി പഠിച്ചെങ്കിൽ മാത്രമേ അവിടുത്തെ കോഴ്സ് മനസ്സിലാവുള്ളൂ. അതിനു വേണ്ടി തയ്യാറാക്കിയ പുസ്തകമാണ് ഇത്. ഓക്കെ, അപ്പോ സിസ്റ്റർ സഹോദരി ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാതിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ അതിലേക്ക് വരും. പക്ഷേ നമ്മൾ അത് എപ്പോഴാണോ പഠിപ്പിക്കുന്നത് അതുവരെ ക്ഷമിച്ചിരിക്കുക. നമ്മൾ നിങ്ങൾ മുട്ട വിരിയിക്കാറുണ്ട്. ഇപ്പൊ എല്ലാം ഇൻക്യുബേറ്റർ മുട്ട വിരിയാൻ എത്ര സമയമാണെന്ന് അറിയില്ല. മുട്ട വിരിയാൻ സാധാരണഗതിയിൽ ഒരു സാധാരണ കോഴി, നാടൻ കോഴി മുട്ട ഇട്ടാൽ എത്ര ദിവസം കൊണ്ട് വിരിയും? ആർക്കും അറിഞ്ഞില്ല. 2 കോഴിയെങ്കിലും വിരിച്ച് വളർത്തണം കേട്ടോ. 21 ദിവസം വേണം. വേണ്ടേ? ആരുമില്ലേ? പ്രായമുള്ളവരെങ്കിലും ഇല്ലേ? നിങ്ങൾ പണ്ടെങ്കിലും കോഴി വളർത്തിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ പറഞ്ഞിരുന്നു, പക്ഷെ ഇരുന്നതേ ഉള്ളൂ. പക്ഷെ ഓഫ് ആയിരുന്നു, അതുകൊണ്ട് പറഞ്ഞത് കേട്ടി. അതാണ്. അപ്പൊ 21 നിങ്ങൾ പറഞ്ഞോ? പറഞ്ഞു.
അപ്പൊ 21 ദിവസത്തിന് മുമ്പേ വിരിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുട്ടിക്ക് ജീവൻ ഉണ്ടാവില്ല, മരിച്ചു പോകും. ഇപ്പൊ മനസ്സിലായ? നിങ്ങൾ പഠിക്കാൻ പാകമാകുന്നതിന് മുമ്പ് പറഞ്ഞു തന്നാൽ എന്താവും? എന്താവും? ജീവൻ പോകും. പിന്നെ അടുത്ത ആഴ്ച നിങ്ങൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾ മുഖേന വേറെ ആരെങ്കിലും കൊഴിഞ്ഞു. ഇതൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്? ഇവരൊക്കെ കുറെയൊക്കെ പഠിച്ചു വന്നിട്ടുണ്ടായിരിക്കും. നമുക്കൊന്നും വേണ്ടിയിട്ടുന്നില്ല. എന്തൊക്കെയോ പറഞ്ഞു, ആണെന്ന് പറഞ്ഞു, എറണാകുളം പറഞ്ഞു, അത് ഇതൊക്കെ പറഞ്ഞു. അറബി ഒന്നും പഠിക്കാൻ പറ്റുന്ന പാടാണല്ലോ. പുസ്തകം ലാംഗ്വേജ് അല്ല, അതൊക്കെ ഭയങ്കര പാടാ. കാട്ടറബികളുടെ ഭാഷയല്ലേ എന്നൊക്കെ വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. ഓക്കെ, അടുത്തത് التمرين الثالث هات 5 أسئلة واجبة كالمثال الآتي. ഇതാണ് എന്ത് ചെയ്യേണ്ടത്? ഇത് നമ്മൾ എക്സസൈസ് വരും. ഇപ്പൊ 5ാമത്തെ പാഠം മുതൽ എക്സസൈസ് കണ്ടു ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ എക്സസൈസ് ഒക്കെ വരുമ്പോൾ എല്ലാവരും എഴുതിയിടണം. ഈ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആൾക്ക് പണി കൊടുക്കണം. നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. പലരും ഇതിൽ എഴുതിയിടാത്ത ആരെങ്കിലും ഉണ്ടോ ഇപ്പൊ ഇരിക്കുന്നതിൽ? 5ാമത്തെ പാഠത്തിന്റെ എക്സസൈസ് എഴുതിയിടാത്ത എഴുതിയിട്ടവരാണ് ചോദിക്കേണ്ടത്. പക്ഷേ എഴുതിയിട്ടവരെല്ലാം ഞാൻ കണ്ടു, ടിക്ക് മാർക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും PDF ഫോർമാറ്റിൽ അയക്കരുത്, പിക്ചർ ഫോർമാറ്റിൽ അയക്കുക. പിക്ചറിൽ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ കാണും, നോക്കുന്ന ആൾക്ക് കാണും. അവിടെ അപ്പോൾ തന്നെ ടിക്ക് ചെയ്യും. എന്നിട്ട് സെൻഡ് അടിച്ചാൽ അപ്പോൾ തന്നെ പോകും. PDF ആണെങ്കിൽ PDF ഓപ്പൺ ചെയ്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷനൊക്കെ അയക്കപ്പൊക്കെ പോകണം. പിന്നെ എന്ത് ചെയ്യണം? തിരിച്ചയക്കുമ്പോൾ അറ്റാച്ച് ചെയ്യണം. അത്രയും പണിയാൻ സമയമില്ല. മാത്രമല്ല ടെക്നോളജി അങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഹലക്കൽ മോത്ത് വൽ ഹയത്തിൽ എബിലൂക്കും മയ്യക്കും മഹ്സനുമല്ല, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരാണ് എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് സെറ്റിച്ചിരിക്കുന്നത് പറഞ്ഞത്. ജനിമൃതികൾ സെറ്റിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ച് അത് ചെയ്യുക. അത് നമ്മൾ ട്രെയിനിങ് തരും. നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ISO സർട്ടിഫൈഡ് സ്ഥാപനം അല്ലെങ്കിലും ബെറ്റർ ദാൻ ISO സർട്ടിഫൈഡ് സ്ഥാപനമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഡാർക്കായിട്ട് ഫോട്ടോ എടുത്തിടാൻ പാടില്ല. അതൊക്കെ ഉണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ ഫോളോ ചെയ്യാം. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ അവിടെ വരും കേട്ടോ. ആദ്യ 5 അസ്ഇലത്തിന് വാജിബത്തിൽ കൽമിസാലിലാത്തി ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്ത് ചെയ്യണം? ഉത്തരം എഴുതാനാണ്. 5 ചോദ്യം എഴുതാനാണ്. 5 ചോദ്യവും ഉത്തരവും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തഅമ്മൽ മായലി. തഅമ്മൽ മീൻസ് റീഡ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ്. ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വായിക്കുക, ഗ്രഹിച്ചുകൊണ്ട് വായിക്കുക. മാ യലി മീൻസ് ഫോളോയിങ്. അപ്പോ ബൈത്തുൻ എന്നെന്താണ്? വീട്. ബൈത്തി മീൻസ് എന്റെ വീട്. ബൈത്തുക നിന്റെ വീട്. ബൈത്തുഹ അവളുടെ വീട്. ബൈത്തുഹു അവന്റെ വീട്. അപ്പൊ ഇത് പഠിക്കുമ്പോൾ നമ്മള് മുമ്പ് ഇട്ടം തന്നെ എന്റെ ഓർമ്മ. ബൈത്തുഹു, ബൈത്തുഹും, ബൈത്തുക, ബൈത്തുക്കും, ബൈത്തി, ബൈത്തുന, ബൈത്തുഹ. ഈ രീതിയിലാണ് അണ്ടർസ്റ്റാൻഡ് കൂടാനുള്ളത്. അതാണ് എന്ത് ചെയ്യേണ്ടത്? പ്രാക്ടീസ് ചെയ്യേണ്ടത്. ബൈത്തുഹു ബൈത്തുഹും, ബൈത്തുക ബൈത്തുക്കും, ബൈത്തി ബൈത്തുന, ബൈത്തുഹ. അളിഫിൽ അസ്മാ അൽ ആത്തിയ. ആത്തിയ എന്ന് പറഞ്ഞാൽ വരുന്നത്, ഫോളോയിങ്. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. സെമസ്റ്റർ 1-ലുള്ള പാഠപുസ്തകത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഗ്രഹിക്കാനുള്ളതാണ്. അതിന് ഒറ്റ വാക്കർത്ഥം ആരും എഴുതി വെക്കുക. പല പ്രാവശ്യം ഞാൻ പറയും, അത് കേൾക്കുമ്പോൾ അതേപോലെ ചെയ്യുക. അത്രേ ഉള്ളൂ. അളിഫിൽ അസ്മാ അൽ ആത്തിയ എന്താ പറയാ, തുടർന്ന് വരുന്ന നാമങ്ങൾ ഇളാവത്ത് ചെയ്യുക. ഇലൽ മുതകല്ലിമി, സ്പോക്സ്മാൻ, സംസാരിക്കുന്ന ആളിലേക്ക്. വൽ മുഹാത്തബ്, കേൾക്കുന്നയാള്. മുഹാത്തബ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കേൾക്കുന്നയാള്, ഖുത്ബ കേൾക്കുന്നയാള്, മുഹാത്തബ് കേട്ടോ. മുഹാത്തബ് ആരാണ്? കേൾവിക്കാരൻ. അഡ്രസ് ചെയ്യാണ് കേട്ടോ. ഖുത്ബ കേൾക്കുന്നയാള്. ഗായിബ് എന്ന് പറഞ്ഞാൽ മറഞ്ഞാൾ. ഗായിബത്ത് എന്ന് പറഞ്ഞാൽ മറഞ്ഞവൾ. ഗായിബ് മറഞ്ഞവൻ, ഗായിബത്ത് മറഞ്ഞവൾ. നമ്മൾ മദ്രസയിൽ അറ്റൻഡൻസ് പറയില്ലേ? അപ്പൊ ഹാദിർ, ഗായിബ്, ഹാദിർ ഗായിബ് പറഞ്ഞു. പെണ്ണുങ്ങൾ എന്ത് പറയുന്നു നമ്മൾ ഓർമ്മയില്ല. അപ്പൊ ഗായിബ എന്നാ പറയുന്നത് പെണ്ണുങ്ങൾ. ഗായിബ. ഹാദിറ, പെണ്ണ് പറയുമ്പോ ഹാദിറ. നമ്മൾ അതിലേക്ക് വരും. കമാ ഹുവ
موضح as it is explained في المثال in the example. ഉദാഹരണത്തിൽ വ്യക്തമാക്കപ്പെട്ടതുപോലെ എന്ത് ചെയ്യണം? ഒന്നാമത്തേന് രണ്ടാമത്തേലേക്ക് എന്ത് ചെയ്യണം? ഒന്നാമത്തേന് മുത്തകല്ലിമിലേക്ക് ചേർക്കണം, അതേപോലെ കേൾക്കുന്ന ആളിലേക്ക് ചേർക്കണം, കാണാത്ത ആളിലേക്ക് ചേർക്കണം, കാണാത്ത വെള്ളിലേക്ക് ചേർക്കണം. അപ്പൊ കലമുൻ ആദാ കലമി, കലമി എന്ന് പറഞ്ഞാൽ എന്താണ്? മുത്തകല്ലിമാണ്, സംസാരിക്കുന്നതാണ്. ആദാ കലമുക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? കലമുക്ക എന്താണ്? കേൾവിക്കാരൻ, കുത്തുബ കേൾക്കുന്നയാള്. മുഖാത്തബ്, കുത്തുബ കേൾക്കുന്നയാളെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ തന്ത്രപൂർവ്വ പറയുന്നത്. കേൾവിക്കാരൻ എന്ന് പറഞ്ഞാൽ അഡ്രസി എന്ന് വരുന്നില്ല മീനിങ്. ദ പേഴ്സൺ ഹു ഹേഡ് എന്ന് മാത്രമേ വരുന്നുള്ളൂ. അതേസമയം പ്രസംഗം, സംഭാഷണം നേരിട്ട് കേൾക്കുന്നയാളാണ് മുഖാത്തബ്. അതാ കലമുക്ക, അതാ കലമുഹു, അയാൾ കേൾക്കുന്ന ആളല്ല, അയാൾ എന്താണ്? മൂന്നാമത്തെ ആളാണ്, തേർഡ് പേഴ്സൺ. ഇംഗ്ലീഷിൽ തേർഡ് പേഴ്സൺ പറയും. അവൻ, കലമുഹു, അവന്റെ പേര്. അതാ കലമുഹ, അവ കേൾക്കുന്നവൾ, കേൾക്കുന്നതല്ല, മറഞ്ഞവൾ. ഗൈബത്ത് കേട്ടോ. നിങ്ങൾ അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോൾ ഈ വീഡിയോ കേട്ടിട്ട് എന്ത് ചെയ്യണം? കലമീ എന്ന് പറയുന്നത് മുത്തകല്ലിമാണ്, കലമുക്ക എന്ന് പറയുന്നത് മുഖാത്തബാണ്, കലമുഹു എന്ന് പറയുന്നത് ഗൈബാണ്, കലമുഹ എന്ന് പറയുന്നത് ഗൈബത്തുൻ. തയ്യിബ്, ആരാ പറയുന്നത്? അതേപോലെ കിതാബിനെ ഒരാൾ പറയും. ഹാദാ കിതാബി, ഹാദാ കിതാബുക, ഹാദാ കിതാബുഹു, ഹാദാ കിതാബുഹാ. ധാരാ വായിച്ച മൻ ഖറഅ? ഫരീദ് അസ്കർ. ഫരീദ് അസ്കർ. അതഅഖർത, ലേറ്റ് ആയോ ഞങ്ങള്? ഒരു മരണാവശ്യത്തിനുമായി കാരണം. സരീറുൻ, ഇതുവരെ പറയാത്ത സുമിയ, സുമിയ, വെയിറ്റ്, സുമിയ, സുമിയാണോ? തയ്യിബ് പറയൂ. ഹാദാ സരീരി, ഹാദാ സരീറുക, ഹാദാ സരീറുഹു, ഹാദാ സരീറുഹാ. തയ്യിബ്. ഇനി ആരാ മിണ്ടാത്തത്? വി കെ സുലേഖ. വി കെ സുലേഖ, ഇസ്മുൻ. സുലേഖയാണോ? അതെ. പറയും. കലമല്ല, കലമ, ഇസ്മി. ഹാദാ ഇസ്മി, ഹാദാ ഇസ്മുക, ഹാദാ ഇസ്മുഹു, ഹാദാ ഇസ്മുഹാ. മാഷാ അല്ലാഹ്. അടുത്തത് മിന്തിയലിൻ. ഇനി ആരാ മയക്കോൺ ചെയ്യാത്തത്? വെയിറ്റ്, ഞാൻ നോക്കട്ടെ. ഷസ്ലീന. ഹാദാ മിന്ദീലി, ഹാദാ മിന്ദീലുക, ഹാദാ മിന്ദീലുഹു, ഹാദാ മിന്ദീലുഹാ. മാഷാ അല്ലാഹ്. അടുത്ത ഇബിന്. നേരെ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ, ഞാൻ പറയാം, നോക്കട്ടെ. സുനിത പറയൂ. ഷാനിദാണോ? ഷാനിദയാണോ സുനിതയാണോ? ഷാനിദ. സു ആണോ ഇവിടെ കിടക്കുന്ന പേരില്? അതൊന്നും അറിയില്ല. ഷാനിദ, ഓക്കെ, പറയൂ. ഹാദാ മിന്ദീലി, ഹാദാ മിന്ദീലുക, ഹാദാ മിന്ദീലുഹു. ഇബിനാണ്, ഇബിന്. ഹാദാ ഇബിനി, ഹാദാ ഇബിനുക, ഹാദാ ഇബിനുഹു, ഹാദാ ഇബിനുഹാ. طيب. سيارة. ആരെ നോക്കട്ടെ, പേര് നോക്കട്ടെ. സാജിദ. സയ്യാറത്തുൻ. സയ്യാറത്തി, ഹാദാ സയ്യാറത്തുക, ഹാദാ സയ്യാറത്തുഹു, ഹാദാ സയ്യാറത്തുക. ഓക്കെ, ഇനി ആരാ? നോക്കട്ടെ. ഇംതിയാസ്, മുഹമ്മദ് ഇംതിയാസ്. മിഫ്താഹ്.
മുഹമ്മദ് ഇംതിയാസ് ആണോ ഇത്? അല്ല. മുഹമ്മദ് ഇംതിയാസ് മൈക്ക് ഓപ്പൺ ചെയ്യുന്നില്ലെങ്കിൽ ആദ്യം വന്നിട്ട് പറയണം, ഞാൻ മൈക്ക് ഓപ്പൺ ചെയ്യുന്നില്ല. അതിന് ഫൈൻ അടച്ചാൽ നാളത്തേക്ക് പേയ്മെന്റ് ലിങ്ക് ഒരു 9,000 രൂപ വരും. നാളെ അതാ. ഇല്യാസ് അലി, ഇല്യാസ് അലി മിഫ്താഹുൻ എങ്ങനെ പറയും? ഹാദാ മിഫ്താഹി. നാം. ഹാദാ മിഫ്താഹുക. ഹാദാ മിഫ്താഹുക. ഹാദാ ഹാദാ മിഫ്താഹുക. ഹാദാ ഹാദാ മിഫ്താഹുഹു. ഹാദാ മിഫ്താഹുഹ. നാം. هذا കഴിഞ്ഞ പ്രാവശ്യത്തെ വരെ നമ്മളിപ്പോ ഒരാളെ റിമൂവ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ അദ്ദേഹത്തിന്റെ മൈക്ക് അപശബ്ദം ഉണ്ടായപ്പോൾ മൈക്ക് ഓഫ് ചെയ്തു. വീണ്ടും അദ്ദേഹം മൈക്ക് ഓൺ ചെയ്തിട്ട് വീണ്ടും അപശബ്ദം കേൾപ്പിച്ചത് കൊണ്ടാണ്. ഇന്ന് ഞാൻ പറയുകയാണ്, അദ്ദേഹം അടുത്ത ക്ലാസ്സിക്കാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നെക്സ്റ്റ് ടൈം മൈക്ക് ഓഫ് ചെയ്തിട്ടേ എന്താവുള്ളൂ. ആരായിരുന്നാലും അടുത്തിരിക്കുന്ന ആൾ സംസാരിക്കാവൂ. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അടുത്തിരിക്കുന്ന ആൾ ശബ്ദം ഉണ്ടാക്കുന്നെങ്കിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന ആളുടെ അടുത്ത് ഇരിക്കരുത്. അല്ല, നമ്മൾ സംസാരിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്തിട്ട് സംസാരിക്കാം. പിന്നീട് എനിക്ക് അയാളെ തെരഞ്ഞു പിടിച്ച് അയാളെ സംസാരിക്കുന്നത് നോക്കിയിട്ട് മൈക്ക് ഓഫ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. മറ്റുള്ള അത്രയും സ്റ്റുഡൻസിന്റെ സമയം അതിൽ പോവുകയും ചെയ്യും. ഓക്കെ, അടുത്തത് യദുൻ. യദുൻ പറയേണ്ടത് ഫെബിൻ. ഹാദാ യദി. ഹാദാ യദി. ഹാദാ യദുക. ഹാദാ യദുഹു. ഹാദാ യദുഹ. യദിന് ഹാദ അല്ല. ഇവിടെ വേറെ ഒരു പ്രശ്നം ഉണ്ടായി കേട്ടോ. സയ്യാറത്ത് പറഞ്ഞപ്പോഴത്തേക്കും അതന്നെ ചോദിക്കാൻ നിൽക്കുകയാണ്. അതാ പറയേണ്ടിയിരുന്നത്. ഹാദാ സയ്യാർത്തി എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ എന്താ പ്രശ്നം വെച്ചാല് സയ്യാറത്തിന് പകരം സയ്യാരി എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ശ്രദ്ധയൊക്കെ മാറിപ്പോയി. അപ്പൊ സയ്യാർത്ത് ആരാ വായിച്ചത്? സാജിദ. സാജിദ വായിക്കുക കറക്റ്റ് ആയിട്ട്. ഹാദിഹി സയ്യാറത്തി. ഹാദിഹി സയ്യാറത്തുക. ഹാദിഹി സയ്യാറത്തുഹു. ഹാദിഹി സയ്യാറത്തുക. മാഷാ അല്ലാ, മാഷാ അല്ലാ. അപ്പൊ അതേപോലെ യദ് വായിക്കുക. യദ് ഇപ്പൊ ആരാ വായിക്കാൻ തുടങ്ങിയത്? ഹാദിഹി യദുൻ. ഹാദിഹി യദുൻ അല്ല. ഹാദിഹി യദി. ഹാദിഹി യദുക. ഹാദിഹി യദുഹു. ഹാദിഹി യദുഹ. അടുത്തത്. അല്ല, ഇത് ഈ യദുൻ മനുഷ്യ വയോ സ്ത്രീലിംഗം ആയിരിക്കുമോ? അങ്ങനെയാണോ ഒന്ന്? വരുമ്പോ ഇത് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു കേട്ടോ. യദിൻ എന്ന് പറഞ്ഞത് എന്താണ്? കപ്പിളായിട്ടുള്ള ജോഡിയായിട്ടുള്ള അവയവങ്ങളാണ്. ജോഡിയായിട്ടുള്ള അവയവങ്ങൾക്ക് ഫെമിനാണ് ഉപയോഗിക്കുക, സ്ത്രീലിംഗമായിട്ടാണ് ഉപയോഗിക്കുക. അല്ലാത്തത് സ്ത്രീലിംഗം ഉണ്ടാകാം, പുല്ലിംഗം ഉണ്ടാകാം. അത് നമ്മൾ പ്രാക്ടീസിലൂടെ പഠിക്കേണ്ടതാണ്. അടുത്തത് ലീ ലക്ക ലഹു ലഹ. അത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ ലഹു ലഹും ലക്ക ലക്കും ലീ ലന ലഹ. ഇത് രണ്ടും ഏകദേശം ഏകദേശം ഒരു രീതിയിലാണ്, നല്ല രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കോഴ്സ് തയ്യാറാക്കിയിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ഖുറാനും ദുറൂസുൽ ലുഗത്തുൽ അറബിയയും. അതുകൊണ്ടാണ് ഇത് പരസ്പര പൂരകങ്ങളായതുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് പഠിപ്പിക്കാൻ തന്നെ തുടങ്ങിയത്. അതുകൊണ്ട് രണ്ടാമത് ഇത് രണ്ടിന്റെയും പ്രോഗ്രാം ഇൻവെന്റ് ചെയ്തിരിക്കുന്ന ആരാണ്? ദുറൂസുൽ ലുഗത്തുൽ അറബി തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യക്കാരനാണ്. അണ്ടർസ്റ്റാൻഡ് ഖുറാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇന്ത്യക്കാരനാണ്. ഒന്ന് മദ്രാസിയാണ്, മറ്റൊന്ന് ഹൈദരാബാദിയാണ്. അണ്ടർസ്റ്റാൻഡ് ഖുറാൻ തയ്യാറാക്കിയിരിക്കുന്ന ഹൈദരാബാദിയാണ്. ഓക്കെ, അപ്പോ ലഹു ലഹുമാണ് പറഞ്ഞു പഠിക്കുന്നത്. ലഹു അവന്, ലഹും അവർക്ക്, ലക്ക നിനക്ക്, ലക്കും നിങ്ങൾക്ക്, ലീ എനിക്ക്, ലന ഞങ്ങൾക്ക്, ലഹ അവൾക്ക്. അപ്പോ ഇത് യഥാർത്ഥത്തിൽ ലീ എന്നതാണ് ഒറിജിനൽ രൂപം. ലീ അൽഹംദുലില്ലാഹി എന്ന് പറയുന്ന ലീ ആണ്. അപ്പോ ഇക്കിന് വേണ്ടി എന്നാണ് അതിന്റെ അർത്ഥം, ലീ. അത് സർവനാമങ്ങളോടൊപ്പം ചേർന്ന് വന്നാൽ, അതായത് പ്രോനൗണുകളോടൊപ്പം ചേർന്ന് വന്നാൽ അതിന് ലീ എന്ന എന്റെ എന്ന എനിക്ക് എന്ന വാക്കൊഴിച്ച് ബാക്കി എല്ലാത്തിനും എന്തായിരിക്കും? ലായായിരിക്കും, ഫത്തഹായിരിക്കും ഉണ്ടാവുക. ഓക്കെ, എപ്പോഴാണ് ലീ എപ്പോഴാണ് ലായായി മാറുന്നത്?
ലീ എപ്പോഴാണ് സർവനാമങ്ങൾ സർവനാമം ചേർന്ന് വരുമ്പോ സർവനാമം ചേർന്ന് വരുമ്പോ എന്നോട് ഒഴികെ ലീ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും എന്തായിരിക്കും? അല്ലെങ്കിൽ ലാ. എനിക്ക് ഒഴികെ ലന ബാക്കി എല്ലാ സ്ഥലത്തും ലഹ ലായായിട്ടായിരിക്കും വരിക. അപ്പോൾ ലഹു അവന്, ലഹും അവർക്ക്, ലക്ക നിനക്ക്, ലക്കും നിങ്ങൾക്ക്, ലീ എനിക്ക്, ലന ഞങ്ങൾക്ക്, ലഹ അവൾക്ക്. ഓക്കെ. ലീ ഉഖ്തുൻ വാഹിദത്തുൻ അലക അഖുൻ ലാ മാ ലീ അഖുൻ. അപ്പൊ നമ്മള് ലീയും മഅയും അല്ല ലീയും ഇന്ദയും തമ്മിൽ എന്താണ് വ്യത്യാസം പറഞ്ഞത്? ഇന്ദക കലമുൻ എന്ന് പറഞ്ഞു. ഇന്ദക അഖുൻ എന്നല്ല ചോദിക്കുക. ഇന്ദക കലമുൻ ഇന്ദക സിയാറത്തുൻ എന്നൊക്കെ ചോദിക്കാം. അതേസമയം അഹ് വരുമ്പോഴത്തേക്ക് എന്താ ചോദിക്കേണ്ടത്? അഹ് ഉഖ്ത് ഒക്കെ ചോദിക്കുമ്പോൾ എന്താ പറയേണ്ടത്? ലീ. കാരണം എന്താ? റിലേഷൻഷിപ്പ് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലും അങ്ങനെ പറയുക, അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പം ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഈ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. അതേസമയം വസ്തുക്കളെ കുറിച്ച് പറയുമ്പോഴോ ഉടമസ്ഥത എന്നാണ് പറയുക, അല്ലേ? അപ്പൊ ഉടമസ്ഥത സൂചിപ്പിക്കാൻ വേണ്ടി എന്ത് പറയാം, അത് ലീ വരും, അത് വേറെ കാര്യം. പക്ഷെ നമ്മള് അത് പക്കലുണ്ടോ ഉണ്ട് എന്നൊക്കെ പറയുന്നിടത്ത് എന്തായിരിക്കും വരിക? ഇന്ദ ഇതൊക്കെ ആയിരിക്കും വരിക. ഓക്കെ. റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ ലീ ആയിരിക്കും വരിക. അപ്പൊ അതാണ് അലക അഖുൻ, ഡു യു ഹാവ് എ ബ്രദർ? ലാ മാ ലീ അഖുൻ, ഇല്ല എനിക്ക് സഹോദരനില്ല. ഉഖ്തി ലഹാ തിഫ്ലുൻ സഗീറുൻ. ഉഖ്തി എന്റെ സഹോദരി, ലഹാ അവൾക്കുണ്ട്, തിഫ്ലുൻ സഗീറുൻ അപ്പൊ ചെറിയ കുഞ്ഞുണ്ട്. അപ്പൊ അത് ലീയാണ് ഉപയോഗിക്കുന്നത്, ഇന്ദ എന്നല്ല പറയുന്നത്. തിഫ്ൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞ്. തിഫ്ലുൻ ഇതിന്റെ ബഹുവചനമാണ് അത്ഫാലുൻ. അത്ഫാലുൻ ഖുർആനിലുണ്ട് അത്ഫാലുൻ. ഏതായത് തിഫ്ലുൻ. ഓക്കെ. അടുത്തത് ജമീലി ലഹു അഖുൻ വ ഉഖ്തുൻ. ജമീലി എന്റെ ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ കൊളീഗ്. ലഹു ഉഖ്തുൻ, ലഹു അഖുൻ വ ഉഖ്തുൻ. അയാൾക്ക് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട്. കേട്ടോ, ഒരു സഹോദരനും ഒരു സഹോദരിയും. അതായത് ഏകവചനം ഉപയോഗിക്കുമ്പോൾ ഒന്ന് എന്നുള്ളത് പിന്നെ എടുത്ത് പറയണ്ട, എടുത്ത് പറഞ്ഞില്ലെങ്കിലും വരും. ചില സന്ദർഭത്തിൽ ആവശ്യമുണ്ടെങ്കിൽ എടുത്ത് പറയാം. ഒന്നാണ് എന്ന് പ്രത്യേകം എംഫസൈസ് ചെയ്യണമെങ്കിൽ എടുത്ത് പറയാം. സുഹൃത്തിനോട് ആയത്താ വേണ്ട നമുക്ക്. ജമീൽ നമ്മൾ പാഠപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ജമീൽ ക്ലാസ്മേറ്റ് എന്ന അർത്ഥത്തിലാണ്. കാരണം നമ്മൾ ജമീൽ എന്താണ്, നമ്മള് കോഴ്സ് മുഴുവൻ ഒരു യൂണിവേഴ്സിറ്റിയുടെ സർക്കംസ്റ്റാൻസിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്, അറ്റ്മോസ്ഫിയറിലാണ് തയ്യാറാക്കി. അതുകൊണ്ട് ക്ലാസ്മേറ്റ് എന്ന അർത്ഥത്തിലാണ്. അതേപോലെ കൊളീഗ് എന്ന അർത്ഥത്തിലും വരാം ജമീൽ. അതേപോലെ ജമീലിന് ഫ്രണ്ട് എന്നും അർത്ഥമുണ്ട്. പക്ഷെ ഫ്രണ്ട് എന്ന അർത്ഥത്തിൽ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടില്ല. നമ്മളിവിടെ കൊളീഗ് അല്ലെങ്കിൽ പിന്നെ എന്താണ് ക്ലാസ്മേറ്റ് എന്ന അർത്ഥത്തിലാണ് അധികവും ഉപയോഗിച്ചിരിക്കുന്നത്. തഖൂലു ഇന്ദി കിതാബുൻ. കേട്ടോ, നഖൂലു ഇന്ദി കിതാബുൻ, എന്റെ പക്കൽ കിതാബുണ്ട് എന്ന് പറയാം. വനഖൂലു ലീ അഖുൻ, ഇതാണ് പോയിന്റ്. കേട്ടോ, വനഖൂലു ലീ അഖുൻ, എനിക്ക് സഹോദരനുണ്ട് എന്നാണ് പറയുക, ഇന്ദി അഖുൻ എന്നല്ല പറയുക. അടുത്തത് മഅ.
Then the use of ma'a. Note that it occurs as mudaf. അപ്പൊ എന്താ പറയുന്നത്? മഅനൊപ്പം മഅ ഇളാഫത്ത് ചെയ്യപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ ശേഷമുള്ളതിന് കെസ്റായിരിക്കും. ഖറജ ഹാമിദുൻ മഅ ഖാലിദിൻ. കേട്ടോ? അപ്പൊ ഖാലിദിൻ എന്തുകൊണ്ടാണ് ലം കൊടുത്തത്? ഇസ്മായതുകൊണ്ട്. വേറെ ആൻസർ വേറൊരാൾ പറയും. കർത്താവായതുകൊണ്ട്. ആ സബ്ജക്റ്റ് ഖറജ എന്ന വെർബിന്റെ സബ്ജക്റ്റ് കേട്ടോ. അല്ലെങ്കിലും അവിടെ ഫരീദ് സാഹിബ് പറഞ്ഞതുപോലെയും ആകാം. പക്ഷെ നമ്മുടെ ചോദ്യം ഇവിടെ അതല്ല. ഇവിടെ ഖറജ വന്നത് കൊണ്ട് അവിടെ സബ്ജക്റ്റ് ആയി എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞോ എന്നറിയാൻ വേണ്ടിയാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഒരുപാട് ചിന്തിക്കാനില്ല. ഒരു വെർബ് വന്നു, വെർബിന് ശേഷം സബ്ജക്റ്റ് വരും, സബ്ജക്റ്റിന് ലം കൊടുക്കണം. പിന്നെ ഇവിടത്തെ പോയിന്റ് മഅ ഖാലിദിൻ. മഅ വന്നുകൊണ്ട് എന്ത് ചെയ്തു? ഖാലിദിൻ. അപ്പൊ ഖാലിദിന് യഥാർത്ഥത്തിൽ ഖാലിദുൻ എന്ന് രണ്ട് ലം ഉണ്ടായിരുന്നുണ്ട്, അല്ലെങ്കിൽ തൻവീൻ ഉണ്ടായിരുന്നുണ്ട്. ശേഷമുള്ള മഅ വന്നപ്പോൾ കസ്ർ കൊടുത്ത് തൻവീനുണ്ട്. തൻവീനുള്ളത് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. മഅ വന്നാൽ കസ്ർ കൊടുക്കണം. ذهب الطبيب مع المهندس. മഅൽ മുഹന്ദിസ്. അപ്പൊ മുഹന്ദിസ് എന്താ കസ്ർ വന്നത്? മഅ വന്നത് കൊണ്ട്. അസാലിസ് ജലസൽ മുദർരിസു മഅൽ മുദീരി. മുദർരിസിന് എന്താ ലം വന്നത്? സബ്ജക്റ്റ് ആണ്, അൽ വന്നുകൊണ്ട് ഒരു ലമ്മേ ഉള്ളൂ. അൽ വന്നുകൊണ്ട് ഒരു ലമ്മേ ഉള്ളൂ. സബ്ജക്റ്റ് ആണ്, അൽ വന്നതുകൊണ്ട് ഒരു ലമ്മേ ഉള്ളൂ. മഅൽ മുദീരി. മുദീറിന് എന്തുകൊണ്ടാ കസ്ർ വന്നത്? മൻ മഅക. മൻ മഅക യാ അലിയു. അപ്പൊ മഅക എന്തുകൊണ്ടാ മഅക്കി എന്ന് പറയുന്നത്? അലി ആയതുകൊണ്ടല്ല. മഅക മഅക തന്നെയാണ്. ഓക്കെ, അലി ആയതുകൊണ്ടാണ് മഅക എന്ന് പറഞ്ഞത്. ശരി. ആ പക്ഷെ മഅ വന്നത് കൊണ്ട് മാത്രം ക എന്നുള്ളത് കീ ആവൂല. കാരണം ഈ കിതാബുക്ക, കിതാബുഹു, കിതാബുഹും, കിതാബുക്ക, കിതാബുക്കും, കിതാബി, കിതാബുന, കിതാബുഹ എന്നൊക്കെ പറഞ്ഞപ്പോ അവിടെ സർവനാമത്തിലേക്ക് ചേർത്ത് പറഞ്ഞു. അതെല്ലാം എന്താണ്? ഉറച്ചതാണ്, ഉറച്ച രൂപങ്ങളാണ്. അപ്പൊ കിതാബുക്ക പറഞ്ഞിടത്ത് മഅ വന്നാല് കിതാബിന് കസ്ർ കൊടുക്കും. പക്ഷെ കിതാബു അവിടെ കായ്ക്ക് കസ്ർ കൊടുക്കും. കായുടെ കൂടെ മുമ്പ് മാ വന്നാൽ കെസ് കൊടുക്കാൻ പറ്റും. അപ്പൊ മാക്കി എന്ന് പറഞ്ഞാൽ വേറെ മീനിങ് ആയിപ്പോകും. പെണ്ണിന്റെ കൂടെ പറയുമ്പോഴാണ് മാക്കി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പറയാൻ വേണ്ടിയാണ് ഇവിടെ മായുടെ ശേഷം ക ഉപയോഗിച്ചത്. ഒന്ന്. അപ്പൊ ഇത് രണ്ടാമതെടുത്ത് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ആ നോട്ട് എഴുതി വെക്കണം. മാക്ക ഇവിടെ ക ഉപയോഗിച്ചിട്ട് എന്താ ഉദാഹരണത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്? മാക്ക് ശേഷം സർവനാമം ചേർന്ന് വരുമ്പോൾ അതിന് കെസർ കൊടുക്കില്ല. കാരണം സർവനാമങ്ങൾ എപ്പോഴും അന്ത്യം ഉറച്ചതാണ്. നമ്മൾ അറബി ഭാഷയ്ക്ക് അറബി എന്ന് പേരിടാൻ കാര്യം എന്താണെന്ന് പറഞ്ഞു നേരത്തെ. അന്ത്യം അവസാനത്തിലെ ചിഹ്നം മാറി വരുന്ന ലാംഗ്വേജ് ആയതുകൊണ്ടാണ് അറബി എന്ന് പേര്. അങ്ങനെ ചില ആൾക്കാരൊക്കെ ഇറാബ് എന്നൊക്കെ പറഞ്ഞില്ലേ നേരത്തെ. അപ്പൊ ആ വാക്കാണ് അറബീകരണം. എനിവേ, അപ്പോ അതൊന്ന്. അപ്പോ അങ്ങനെ അന്ത്യം മാറി വരാത്ത അല്ലെങ്കിൽ അന്ത്യം മാറാത്ത ചില പദങ്ങളുണ്ട്, ചില പദങ്ങളുണ്ട്. അവയിൽപ്പെട്ടതാണ് സർവനാമങ്ങൾ. അന്ത്യം മാറുകയില്ല. അതുകൊണ്ടാണ് മാക്ക എപ്പോഴും മാ വന്നാലും മാക്ക തന്നെയാണ്. യാ അലിയു. അത് കഴിഞ്ഞിട്ട് മഈ ജമീലി. അപ്പൊ മഈ എന്നോടൊപ്പം. അപ്പൊ മഅയുടെ കൂടെ യാ മുത്തക്കല്ലിം സംസാരിക്കുന്ന ആളുടെ യാ വന്നാൽ മഈ എന്നാണ് പറയുന്നത്. മഈ എന്നോടൊപ്പം. ജമീലി എന്റെ ക്ലാസ്മേറ്റ് ആണ്. ആമിനത്തു മഅഹ സൗജുഹ. ആമിനത്തു, ആമിന മഅഹ അവളോടൊപ്പം ഉണ്ട്. സൗജുഹ അവളോടൊപ്പം. സൗജുഹ. ഇവിടെ പറഞ്ഞ മാ എന്താണ്? നേരത്തെ പറഞ്ഞത് മാ ഉപയോഗിച്ച് റിലേഷൻഷിപ്പ് പറയരുതെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞ മാ എന്താണ്? അവളോടൊപ്പം വന്നു, ഭർത്താവ് വന്നു. അപ്പോൾ എന്താണ് പറയുക? അവളോടൊപ്പം അവളുടെ ഭർത്താവുമുണ്ട്. മാഹ സൗജുഹ.
അല്ല അവർക്ക് ഭർത്താവ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അല്ല ഹാ സൗജു എന്നാ ചോദിക്കേണ്ടത്. ഇവിടെ ഒന്നാമത്തേത് ഒരു കാര്യം, ഒരു മാറ്റം വന്നാൽ എന്ത് സംഭവിക്കും? ഖറജൽ ഹാമിദു മഅ ഖാലിദ് എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഒന്നിലെ അല്ലും ഒന്നിലെ അല്ലില്ലാതെയും പറയാൻ പറ്റുമോ? തൽക്കാലം നമ്മൾ ഒന്നാം പാഠത്തിൽ ഈ മാറ്റിയും തിരിച്ചും പറയണ്ട കേട്ടാ. രണ്ടാം പാഠം മൂന്നാം പാഠമൊക്കെ വരുമ്പോൾ മൂന്നാം പാഠം വന്ന് നിങ്ങൾ എന്ത് തല തിരിച്ചു ചോദിച്ചാലും ഞാൻ പറഞ്ഞുതരാം. മൂന്നാമത്തെ സെമസ്റ്റർ വന്നാൽ മൂന്നാമത്തെ ഭാഗം വന്നാൽ രണ്ടിലും ഒരു പരിധി വരെയൊക്കെ നമുക്കാകാം. ഇപ്പോൾ നമ്മൾ തിരിച്ചു മറിഞ്ഞ് നോക്കണ്ട. അതൊന്ന് കേട്ടാ. അത് നിങ്ങളുടെ ചോദ്യത്തിന്റെ ഒന്നാമത്തെ മറുപടി. രണ്ടാമത്തെ മറുപടി ഹാമിദിന്റെ കൂടെ ആൾ ചേരില്ല. അത് മുമ്പ് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് അൽ ഉള്ള പ്രോപ്പർ നൗണിന് അൽ ഉണ്ടാകും, അൽ ഇല്ലാത്ത പ്രോപ്പർ നൗണിന് അത് ചേരില്ല. വ്യക്തി സ്ഥലനാമങ്ങൾക്ക് അൽ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ മാറ്റാനും പറ്റില്ല, ഇല്ലാത്തതിനെ ചേർക്കാനും പറ്റില്ല. റിയാവ് എന്ന് പറയുന്നതിന് പകരം റിയാവ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സിറ്റി ആവില്ല. നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ റിയാവ് എന്ന് പറയാം, അത് വേറെ കാര്യം. റിയാവ് എന്ന് മാത്രമേ എഴുതാൻ പറ്റൂ. അദ്ദമ്മ. അതേസമയം ദിമഷ്ക് അല്ല, ദിമഷ്ക് എന്ന് മാത്രമേ എഴുതുള്ളൂ. അപ്പൊ സ്ഥലത്തിന്റെ പേരിൽ അതേപോലെ ഹാമിദിന് അൽ ഹാമിദ് എന്ന് പറയില്ല. അതേസമയം അൽ ഹസൻ ഉണ്ട്, അൽ ഹുസൈൻ ഉണ്ട്. അത് ഒരാളുടെ പേരിൽ അൽ ഉണ്ടെങ്കിൽ അൽ ഹുസൈൻ എന്നുള്ള അയാളുടെ പേരെങ്കിൽ അൽ ഹുസൈൻ, അയാളുടെ പേര് ഹുസൈൻ എന്ന് മാത്രമേ ഉള്ളെങ്കിൽ ഹുസൈൻ മാത്രം. അൽ ഹുസൈൻ അൽ ഹസനും അൽ ഹുസൈനും പേരിന്റെ കൂടെ അൽ ചേർത്തും ചേർക്കാതെ ഉപയോഗിക്കും. ഓക്കെ. സാധാരണഗതിയിൽ ഒരു പേരിന്റെ കൂടെ നാമത്തിന്റെ കൂടെ അല്ലില്ലെങ്കിൽ, അതായത് പേരിന്റെ കൂടെ, നാമല്ല, ഒരു പേര് പ്രോപ്പർ നൗൺ വ്യക്തിയുടെ സ്ഥലത്തിന്റെ പേരിൽ അല്ലില്ലെങ്കിൽ ഇല്ല തന്നെ, അല്ലുണ്ടെങ്കിൽ ഉണ്ട് തന്നെ, അത് മാറ്റാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ഇങ്ങനെ സ്ഥാനമായാൽ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ തോന്നുന്നു നമുക്ക് അടുത്ത പ്രാവശ്യം, അടുത്ത സെമസ്റ്ററിൽ, ഈ സെമസ്റ്ററിൽ. തബീബു മഅൽ മുഹന്ദിസി. തബീബ് ആരുടെ കൂടെ പോയി? കൂടെ പോയി. ജലസൽ മുദരിസു മഅൽ മുദീരി. അപ്പൊ മഅ വന്നുകൊണ്ടാണ് അവിടെയൊക്കെ കസ്റ വന്നത്. മൻ മഅക യാ അലിയു. ഇവിടെ മായയുടെ പ്രയോഗം മനസ്സിലാക്കാനാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ സൗജി പറഞ്ഞല്ല, ഇവിടെ സൗജി പറഞ്ഞു ആമിനത്തു മഅഹ സൗജുഹ. ആമിനത്തു മഅഹ സൗജുഹ എന്ന് പറഞ്ഞു. അപ്പൊ അവരോടൊപ്പം ഉണ്ട്. അവിടെ റിലേഷൻ പറയാന്നുള്ളതല്ല, അവിടെ ഒപ്പമുള്ളത് ആരാന്ന് ചോദിച്ചാൽ പറയാം മഅഹ സൗജുഹ. മൻ മഅഹ എന്ന് ചോദിച്ചാൽ അവളോടൊപ്പം ആരാ ഉള്ളത്? അവളോടൊപ്പം ഒരു പുരുഷൻ വരുന്നുണ്ട്, ആരാ അവളോടൊപ്പം ഉള്ളതെന്ന് ചോദിച്ചാൽ അവിടെ മഅഹ സൗജുഹ എന്ന് പറയും. ഇപ്പൊ ലഹ സൗജുഹ എന്നല്ല പറയുന്നത്. അസാദിസ് ഖറജ അബീ മിനൽ ബൈത്തി. ഖറജ അബീ മിനൽ ബൈത്തി. അപ്പൊ ഇവിടെ മാക്ക, അപ്പൊ മാ ഒന്നുകൊണ്ട് കാക്ക് മാറ്റം വരില്ല. ഒന്ന് മഹ, അവിടെ മാ ഒന്നുകൊണ്ട് ഹാക്ക് കെസ് കൊടുക്കാൻ പറ്റില്ല. കാരണം സർവനാമങ്ങൾ എങ്ങനെയാണോ ഉപയോഗിക്കുക അങ്ങനെയാണ്, അത് ഉറച്ചതാണ്. അടുത്തത് ഖറജ അബീ. ഖറജ അബീ. അപ്പൊ ഇതും നിങ്ങൾ രണ്ടാമത് കേൾക്കുമ്പോൾ നോട്ട് എഴുതണം. ഇപ്പോഴും കേൾക്കുമ്പോൾ ആരും നോട്ട് എഴുതണം കേട്ടാ. ഇനി പറയൂല ഞാൻ, പെണ്ണാരും ക്ലാസ് സമയത്ത് പെണ്ണെടുക്കരുത്. എന്ന് വെച്ചാൽ പെണ്ണെടുക്കുമ്പോൾ നമ്മൾ എഴുത്തിലേക്ക് ആയിപ്പോവും, പിന്നെ ഞാൻ പറയുന്നത് കേൾക്കില്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? ഖറജ കഴിഞ്ഞിട്ട് അബി മിനൽ ബൈത്തി. ഈ ഉദാഹരണത്തിന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഖറജയ്ക്ക് ശേഷം എന്ത് വേണം? സബ്ജക്റ്റ് വേണം അല്ലേ? ഖറജ പുറപ്പെട്ടു. ആര് പുറപ്പെട്ടു? സബ്ജക്റ്റ് വേണം. അപ്പൊ അബുൻ എന്ന് നമ്മളുള്ള നാമമാണ് വേണ്ടത് അല്ലേ? അബു എന്ന് നമ്മളുള്ള നാമമാണ് വേണ്ടത്. പക്ഷേ അബിന് എന്ത് ചെയ്തു? യാ ഉൽ മുത്തക്കല്ലിമിലേക്ക് ചേർത്തു. സംസാരിക്കുന്ന ആളുടെ യായിലേക്ക് ചേർത്താൽ സംസാരിക്കുന്ന ആൾ എപ്പോഴും എന്തായിരിക്കും? ആൾ ഇച്ചിരി വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് എന്താകും? എപ്പോഴും
സംസാരിക്കുന്ന ആളുടെ മുമ്പേ സംസാരിക്കുന്ന ആളുടെ യായുടെ മുമ്പേ എന്ത് വരുള്ളൂ? കെസ്റേ വരുള്ളൂ. സംസാരിക്കുന്ന ആളുടെ യാന്റെ മുമ്പേ എപ്പോഴും കെസ്റേ വരും. അപ്പൊ ഖറജ അബി മിനൽ ബൈത്തി. അപ്പൊ അബൂയി എന്നല്ല പറയാ, ഖറജ അബി മിനൽ ബൈത്തി. എന്റെ വാപ്പ വീട്ടിൽ നിന്നും പുറത്തു പോയി. മൻ ഖറജ മഅഹു. അപ്പൊ മൻ ഖറജ മഅഹു, കൂടെ അദ്ദേഹത്തിന്റെ കൂടെ ആരാണ് പോയത്? അദ്ദേഹത്തിന്റെ കൂടെ ആരാണ് പോയത്? ഖറജ മഅഹു അമ്മി. അപ്പൊ മൻ ഖറജ മഅഹു, അവിടെ മഅക്ക് ശേഷം ഹു വന്നപ്പോൾ എന്ത് ചെയ്തില്ല? കസ്ർ കൊടുത്തില്ല. കാരണം അത് അങ്ങനെയാണ് സാധാരണ എഴുതുന്നത്. ഹു എപ്പോഴും ലമ്മ കൊടുത്തിട്ടാണ് എഴുതുന്നത്. അതുകൊണ്ട് ഹൂവിന് മുമ്പ് പത്തമുള്ള പദമാണെങ്കിൽ ലമ്മായിരിക്കും കേട്ടോ. ഹി വരും, ഇലാ കിതാബി ഹി വരും. അപ്പം മായ്ക്ക് ശേഷം എന്ത് വരില്ല? മായ്ക്ക് എപ്പോഴും പത്തഹാണുള്ള. അതിന് ശേഷമുള്ള സർവനാമത്തിന് എപ്പോഴും എന്താണോ ഒറിജിനൽ അടയാളം ആ അടയാളം ഇട്ടുള്ളൂ. ഒന്നുകൊണ്ട് കേസ് കൊടുക്കില്ല. അതേപോലെ ഖറജ മഅഹു അമ്മി. ഖറജ പുറപ്പെട്ടു. ആര് പുറപ്പെട്ടു എന്ന് പറയുന്നിടത്ത് എന്ത് വേണം? അമ്മിനുള്ള അമ്മ വേണം. പക്ഷേ അതിനുശേഷം യാ ഉൽ മുത്തക്കല്ലിം ആയതുകൊണ്ട് എന്ത് ചെയ്തില്ല? ലമ്മ കൊടുക്കാൻ പറ്റില്ല. ആ യാ ഉൽ മുത്തക്കല്ലിമിന് അനുയോജ്യമായ കസ്റാണ് വരിക. യാ ഉൽ മുത്തക്കല്ലിമിന് അനുയോജ്യമായ കസ്റാണ് വരിക. എത്ര ഒരാളെ വായിക്കില്ല, ഒരാളെ സ്പീഡ് വായിക്കുക. ഒന്നാമത്തെ വരി ബൈത്തു ബൈത്തുക ബൈത്തുഹു ബൈത്തുഹ ബൈത്തി. ബൈത്തു എന്നല്ല, ആദ്യത്തെ ബൈത്തുൻ. രണ്ടാമത്തെ വേറൊരാൾ വായിക്കൂ. അബുൻ അബൂക അബൂഹു അബൂഹ അബി. മൂന്നാമത്തെ ഒരാൾ വായിക്കേ. അഖുൻ അഖൂക അഖൂഹു അഖൂഹ അഖി. ഇവിടെ നിന്ന് എന്താണ് നമുക്ക് ഇത് ഉദാഹരണത്തിന് പഠിക്കേണ്ടത്? ഈ ഉദാഹരണങ്ങളിൽ നിന്നും പഠിക്കേണ്ടത് ബൈത്തുൻ എന്ന് പറയുന്നത് ഒരു നോർമൽ നൗണാണ്. ഓർഡിനറി നൗൺ. ഓർഡിനറി നൗൺ. ബൈത്ത് എന്ന് പറയുന്നത് ഒരു സാധാരണ നാമമാണ്. അപ്പൊ അതിന്റെ കൂടെ കാ ഹൂഹും അതൊക്കെ ചേർത്ത് കഴിഞ്ഞാല് അപ്പൊ എന്തായിരിക്കും? അതാ നോർമൽ നൗണ് അങ്ങനെ തന്നെ ഉണ്ടാകും. ബൈത്തുൻ, ബൈത്തുക, ബൈത്തുഹു, ബൈത്തുഹ, ബൈത്തി എന്നതുപോലെ അവിടെ സാധാരണ നോർമൽ നൗൺ പോലെ അവിടെ തന്നെ ഉണ്ടാകും. അതേസമയം അബുൻ എന്ന് പറഞ്ഞ 2 അക്ഷരമുള്ള ഒരു നൗണാണ്. അതിന്റെ കൂടെ കാഹു ഹാ യായൊക്കെ ചേർത്താൽ എന്താവും? അതിന്റെ കൂടെ വാവ് ചേർക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, പാഠം എടുത്തപ്പോ. അപ്പൊ അബൂക്ക, അബൂഹു, അബൂഹ, അബീ ഇങ്ങനെയാണ് പറയാ. അഹുൻ അതേപോലെ തന്നെ 2 അക്ഷരമുള്ള പദമാണ്, നൗണാണ്. അതുകൊണ്ട് അതും അതേപോലെ തന്നെയാണ്. അവിടെ വാവ് ചേർത്തിട്ടാണ് സർവനാമം ചേർക്കേണ്ടത്. അതേസമയം സംസാരിക്കുന്ന ആളുടെ യായാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അവിടെ യാ ചേർത്താൽ മതി. അപ്പൊ യായ്ക്ക് മുമ്പ് സ്വാഭാവികമായിട്ടും കെസ്റാണ് വരിക. അപ്പൊ മുമ്പ് പറഞ്ഞു സംസാരിക്കുന്ന ആളുടെ യാക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന് മുമ്പ് കെസ്റായിരിക്കും വരിക. അഹി അബി വ ഉമ്മി ഫിൽ ബൈത്തി. അപ്പൊ അബി വ ഉമ്മി ഫിൽ ബൈത്തി. അതിന് അബൂക്ക ആയിട്ടാണ് പറഞ്ഞത്. യാ ഹാമിദു ദഹബ ഇല സൂഖി. അപ്പൊ ഇവിടെ ദഹബയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്, ദഹബ എന്ന് പറഞ്ഞപ്പോ അതായത് ആദ്യം ഒരു നൗൺ പറഞ്ഞു. അയിന അബൂക്ക എന്ന് ഒരു നൗണിനെ കുറിച്ചാണ്, നാമത്തെ കുറിച്ചാണ് പറഞ്ഞത്. അതിന് അബൂക്ക വാപ്പയെ കുറിച്ചാണ് പറഞ്ഞത്. യാ ഹാമിദു. അപ്പോ അവിടെ നൗണിനെ കുറിച്ച് പറഞ്ഞു, ഒരു നാമത്തെ കുറിച്ചാണ് പറഞ്ഞത്. അബിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അയിന അബൂക്ക, അയിന അബൂക്ക എന്നത്. അപ്പോൾ ദഹബ എന്ന് പറഞ്ഞു, സബ്ജക്റ്റിനെ പറഞ്ഞില്ല. ദഹബ അബി എന്ന് പറഞ്ഞില്ല, ദഹബ ഇല സൂഖി എന്ന് പറഞ്ഞു. അപ്പോൾ സബ്ജക്റ്റിനെ പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ വെർബിന്റെ അകത്ത് ഉള്ള ഒരു പ്രോനൗൺ ഉണ്ടാകും.
നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. ദഹബ എന്ന് പറഞ്ഞാൽ ഹി വെന്റ് എന്നാണ്, അവൻ പോയി എന്നാണ്. അപ്പൊ ആ ലമീറിനെയാണ് നമ്മൾ കർത്താവായി എടുക്കേണ്ടത്. എപ്പോഴാണ് മറഞ്ഞ ആളെ കർത്താവായിട്ട് എടുക്കേണ്ടത്? അതിന് ആ വെർബിനകത്തുള്ള മറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന സർവനാമത്തെ എപ്പോഴാണ് എടുക്കേണ്ടത്? കർത്താവിനെ എടുക്കേണ്ടത്. അതിന്റെ കർത്താവിനെ പ്രത്യക്ഷത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ, ഓക്കെ, നമ്മൾ അത്ഫാല് പറഞ്ഞില്ലേ, വൈദ ബലഗൽ അത്ഫാല് മിൻകുമുൽ ഹുലുമ എന്നൊരു സന്ദർഭമുണ്ട്. കുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അവിടെ. നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും അത് എന്ത് ചെയ്യണമെന്ന്. അപ്പൊ സഹബ ഇല സൂഖി. അപ്പൊ സഹബയിലുള്ള സർവനാമം, അകത്തിരിക്കുന്ന സർവനാമം കർത്താവായിട്ട് എടുക്കുന്നത് എപ്പോഴാണ്? അകത്തിരിക്കുന്ന സർവനാമം കർത്താവായിട്ട് എടുക്കേണ്ടത്? പ്രത്യക്ഷമായിട്ട് വേറെ പ്രത്യക്ഷത്തിൽ കർത്താവിനെ പറഞ്ഞിട്ടില്ലെങ്കിൽ മറഞ്ഞിരിക്കുന്ന സർവനാമത്തെയാണ് എടുക്കേണ്ടത്. ഹാമിദു എന്നല്ലേ പറയാവുള്ളൂ. യാ വന്നുകൊണ്ട് ഹാമിദു എന്ന് യാ വന്നതുകൊണ്ട് ഹാമിദു പറയണത് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നു. യാ വന്നാൽ ഒരു ലമ്മ് കൊടുക്കണം. ഓക്കെ. സലാസ അഹൂക തബീബുൻ. അഹൂക തബീബുൻ, നിന്റെ സഹോദരൻ തബീബാണോ, ഡോക്ടറാണോ? ലാ ഹുവ മുദർരിസുൻ. ലാ ഹുവ മുദർരിസുൻ. അപ്പൊ എന്ത് പറഞ്ഞു ഇവിടെ? അഹൂക തബീബൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അഹിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് സംസാരിച്ചത്? ലാ അല്ല ഹുവ തബീബുൻ. അതാണെന്ത് സർവനാമം എന്ന് പറയുന്നത്. അപ്പൊ ഹുവ എന്ന് പറഞ്ഞത് തൊട്ട് മുമ്പ് സൂചിപ്പിച്ച നൗണിന് പകരം വരുന്നതാണ്. ഇവിടെ ദഹബയുടെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന സർവനാമമാണ് കർത്താവ്. ഇവിടെ വെളിവായ സർവനാമത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് സർവനാമം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സർവനാമം ഏതിനെ സൂചിപ്പിക്കുന്നു? ഒരു പ്രോനോൺ വന്നാൽ അഥവാ സർവനാമം വന്നാൽ ആ സർവനാമം തൊട്ട് മുമ്പ് പറഞ്ഞു പോയ നാമത്തെ സൂചിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ. മലയാളത്തിൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ഹുവ എന്ന് പറഞ്ഞാൽ അവൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആളെ കുറിച്ചായിരിക്കും അവൻ എന്ന് പറയുന്നത്, അല്ലേ? അത് സൈനബു ഫി റിയാദ്. സൈനബ് എവിടെയാണ്? റിയാദിലാണ്. റിയാദ് ദ്വായൊക്കെ നന്നായിട്ട് പറയണം കേട്ടോ, അല്ലെങ്കിൽ മഗ്ദൂബി അലൈഹിം പറയുമ്പോൾ ശരിയാവില്ല. അഹൂഹ ഫി ത്വാഇഫി. അപ്പോ ദഹബയുടെ അകത്ത് പ്രോനോണുണ്ട്. ഹുവ മുദർരിസിൻ എന്ന് പറഞ്ഞപ്പോൾ ഹുവ നേരത്തെ പറഞ്ഞ അഹിനെ സൂചിപ്പിക്കുന്ന, തൊട്ട് മുമ്പ് പറഞ്ഞ നാമത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പ്രോനോൺ വന്നത്. ഇവിടെ സൈനബ് ആണ് എന്നെ കുറിച്ചാണ് പറയുന്നത്. സൈനബ് ഫിരിയാ എന്ന് പറഞ്ഞു. അപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞത് സൈനബാണ്. പിന്നീട് അഹു ഹ എന്നാണ് പറയുന്നത്. കാരണം തൊട്ട് മുമ്പ് പറഞ്ഞ ഒരു ലേഡിയെ കുറിച്ചാണ്, ഒരു പെണ്ണിനെ കുറിച്ചാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്താ അഹു ഹ എന്നാണ് പേരിക്കുക. അപ്പൊ ഹിയ അവൾ, അഹു ഹ അവളുടെ സഹോദരൻ. അഹു ഹ ഫി ത്വാഇഫി. അയാള് എവിടെയാണ്? ത്വാഇഫിലാണ്. അബൂഹ ഫിൽ മദീനത്തി അൽ മുനവ്വറത്തി. അവളുടെ ഉപ്പ മദീന മുനവ്വറയിലുമാണ്. ആദ ത്വാലിബു അബൂഹു വസീറുൻ. ആദ ത്വാലിബു, ഈ സ്റ്റുഡന്റ്, അബൂഹു അവന്റെ വാപ്പ. അപ്പൊ അഹൂഹ എന്ന് പറഞ്ഞപ്പോ അവളുടെ സഹോദരൻ. അബൂഹു അവന്റെ ഉപ്പ. വസീറുൻ, വസീർ എന്താ? മന്ത്രിയാണ്. അഹൂഹു താജിറുൻ കബീറുൻ. അയാളുടെ സഹോദരൻ ഒരു വലിയ കച്ചവടക്കാരനാണ്. ഓക്കെ. ദഹബ അഖീ ഇലൽ മദ്രസത്തി. ഇവിടെ മദീനത്തിൽ മുനവ്വറത്തി മുനവ്വറത്തി എന്ന് വരുന്നു. രണ്ടിനും കസറാണ്. മുനവ്വറത്തി. എല്ലാത്തിന്റെ അവസാനം അടയാളം വേണമല്ലോ. മുനവ്വറത്തിന് എന്ത് അടയാളം കൊടുക്കും? അടുത്തടുത്ത് വരുന്ന രണ്ട് നാമങ്ങളും മാച്ചിങ് ആണെങ്കിൽ, നാല് തരത്തിൽ മാച്ചിങ് ആണെങ്കിൽ എന്തായിരിക്കും? ഒന്നാമത്തെ അടയാളമാണ് രണ്ടാമത്തേനും വരിക.
ഓക്കെ, അയ്യോ ശരിയല്ലേ ഫരീദ് സാബ്? പോയാ അൽഖാമിസ് هذا الطالب أبوه وزير. ذهب أخي إلى المدرسة. ഇപ്പൊ ഇതെല്ലാം നമ്മുടെ പ്രോനൗണിനെ സൂചിപ്പിച്ചാണ് മനസ്സിലാക്കേണ്ടത് കേട്ടോ. പ്രോനൗൺ, അതായത് നമ്മൾ ഓരോ ഉദാഹരണം വായിക്കുമ്പോഴും ഓരോ എക്സസൈസും വായിക്കുമ്പോൾ ആ എക്സസൈസിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് പഠിച്ചിട്ടാണ് മനസ്സിലാക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അതിലെ പോയിന്റ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പൊ സഹബ അഹി, അപ്പൊ എന്ത് ചെയ്തു, സഹബയുടെ സബ്ജക്റ്റ് അഹുൻ എന്നുള്ള അമ്മോടത്താ വരേണ്ടത്. എന്തുകൊണ്ടാണ് അഹി എന്ന് കെസർ കൊടുത്തത്? ആ യാഉൽ മുത്തകല്ലിമിലേക്ക് ചേർത്തതുകൊണ്ട്, യാഉൽ മുത്തകല്ലിമിലേക്ക് ചേർത്തതുകൊണ്ട് യാന് അനുയോജ്യമായ കെസർ കൊടുക്കണം മുമ്പേ. സഹബ അഹി ഇലൽ മദ്രസത്തി വദഹബ അബി, അവിടെയും ഇത് തന്നെയാണ്, വദഹബയാണ് കേട്ടോ, വദഹബ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വെർബ് റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. വദഹബ അബി, എന്റെ ഉപ്പ പോയി, ഇലൽ ജാമിയത്തി. അവസാനത്തെ അടയാളം കേക്കട്ടെ കൃത്യമായിട്ട്. ആ ഇലൽ ജാമിയത്തി. ജാമിയത്ത് എന്ന് വായിക്കാൻ പറ്റില്ല കേട്ടോ. അൽ വരുന്ന നാമങ്ങള് എപ്പോഴും അൽ ചേർത്തിട്ടേ വായിക്കാവൂ. പ്രത്യേകം ഞാൻ എടുത്തു പറയാൻ കാര്യം, ചില ആൾക്കാരൊക്കെ ഖുർആൻ ഓതി വരുമ്പോഴത്തേക്ക് രണ്ടാമത് എടുത്തോതുമ്പോ അല്ലങ്ങ് കളയും. അപ്പോ ദഹബ അബി ഇലൽ ജാമിഅത്തി എന്ന് പറഞ്ഞിട്ട് എന്താ, ഇല ബാക്കി എന്ത് വായിക്കും, അൽ ജാമിഅത്തി, അല്ലെങ്കിൽ ഇലൽ ജാമിയത്ത് എന്ന് പറയും, അല്ലെങ്കിൽ ഇല കഴിഞ്ഞിട്ട് അൽ ജാമിയത്ത് എന്ന് പറയും. ഖുർആൻ ഓതുമ്പോ 2-3 വാക്ക് ചേർത്തിട്ടാണ് ഓതുക. അങ്ങനെ വന്നാൽ എന്തായാലും എടുത്തോതുമ്പോൾ അല്ലുള്ള നാമമാണെങ്കിൽ അൽ ചേർത്തിട്ടാണ് ഓതേണ്ടത്. അത്താസ്യ ഇക്റൽ അസ്മാഅല്ലാത്തിയ വബ്ബിത് ആഖിറഹ. വബ്ബിത് ആഖിറഹ എന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനത്തെ അടയാളം കൃത്യമാക്കുക എന്നാണ്. വബ്ബിത് ആഖിറഹ. നമ്മള് പിന്നെ ഇതൊക്കെ കൊടുക്കാം, എന്താ പറയാ, 10ാം ക്ലാസ് അറക്കത്ത് കൊടുക്കാൻ പറയും. അറക്കത്ത് കൊടുക്കുക എന്നുള്ളത് മോസ്റ്റ് അങ്ങനെ ഒരു സാധാരണഗതിയിൽ അത് ഉപയോഗിക്കാറില്ല. വബ്ബിത് ആഖിറഹ എന്നാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ അവസാനത്തെ അടയാളം കൃത്യമാക്കാൻ. ഒരാൾ വായിക്കൂ, ഒരാൾ വായിക്കാൻ പറഞ്ഞാൽ നീളത്തിൽ വേഗം വായിക്കും. സ്പീഡിന് വായിക്കും. മുഹമ്മദ് ബിൻ ഖാലിദ് ബിൻ ഹാമിദ് ബിൻ അബ്ബാസ് ബിൻ മഹ്മൂദ്, ഞാൻ വായിക്കും. ഖാലിദുൻ ഹംസത്തു അമാറു അനസു മുആവിയത്തു ഹാമിദു അസ്മ അസാമ ഉസാമ. ഒരാൾ അസാമ എന്ന് വായിക്കുന്നു, ഒരാള് അനസ് എന്ന് വായിക്കുന്നു. എവിടെയൊക്കെയാ വായിക്കുക? ഉസാമത്തുൻ. ഉസാമത്തു. ചിലര് നോക്കി വായിച്ചപ്പോ ഉസാമത്തു എന്ന് തന്നെ കിട്ടി, ചിലര് നോക്കാതെ വായിച്ചപ്പോഴും. ഓക്കെ, എന്താണ് അപ്പൊ ഇവിടെ എന്തിനാണ് ഈ ചുവപ്പ് അക്ഷരത്തിൽ കൊടുത്തിരിക്കുന്നത്? എന്താ പോയിന്റ് പഠിക്കേണ്ടത് ഇന്ന്? കസൽട്ടിരിക്കുകയാണോ? ഫരീദ് സാബ് എവിടെയാ കസൽട്ടിരിക്കുന്നത്? ഇക്റാമത്തു പുസ്തകത്തിൽ. ആ എന്തായിരുന്നാലും ഇക്റാമത്തു എന്ന് എഴുതിയാല് കസർ വെട്ടിക്കളഞ്ഞ് 10 വെട്ടി കഴിഞ്ഞിട്ട് കസർ എടുക്കുക. ഇക്കിരിമത്തു. എത്രാമത്തെ പേജാ? 61. 60. അബ്ബാസിൻ മുഹമ്മദിൻ ഈ പുസ്തകത്തിൽ പ്രിന്റ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഈ നീല പുസ്തകമുള്ളവര് ഇക്കിരിമത്തിന് കസർ കൊടുക്കണേ. ഇക്കിരിമ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ഒരു സഹാബിയാണ്. അതെ. അപ്പൊ ഇവിടെ 10ാം ക്ലാസ്. അപ്പൊ ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത് നമ്മള്? ഓരോന്നും നിങ്ങൾ വെറുതെ വായിക്കാൻ പഠിച്ചാൽ പോരാ. നമ്മൾ എന്താ പോയിന്റ് മനസ്സിലാക്കുന്നത്? കൺസെപ്റ്റ് ബേസ്ഡ് ആണ് നമ്മൾ.
തായിൽ അവസാനിക്കുമ്പോ തൻവീന് പാടില്ല. ആ അപ്പൊ ഇവിടെ വ്യക്തികളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. ആ പേരുകളില് എന്തില്ല, തായിൽ അവസാനിക്കുന്ന പേരുകൾക്ക് തൻവീൻ ഇല്ല, രണ്ട് ലമ്മില്ല, ഒരു ലമ്മേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാം നമ്മൾ മുമ്പ് പഠിച്ചപ്പോ പറഞ്ഞായിരുന്നു. ഫാത്തിമത്തിന് ലമ്മ ഒരു ലമ്മേ ഉള്ളൂ, ഖദീജത്തിന് ഒരു ലമ്മേ ഉള്ളൂ, ആയിഷത്തിന് ഒരു ലമ്മേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവിടുത്തെ സൈനബും പറഞ്ഞു സൈനബിന് ഒരു ലമ്മേ ഉള്ളൂ. അപ്പൊ അവിടെ നമ്മൾ ഒരു കോമൺ പ്രിൻസിപ്പിൾ പറഞ്ഞത് സ്ത്രീകളുടെ നാമങ്ങൾക്കൊന്നിനും എന്തില്ല, രണ്ട് ലമ്മില്ല, അവസാനത്തിന് ഒരു ലമ്മേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഇവിടെ പറഞ്ഞത് ഹംസത്തു, ത്വലഹത്തു, ഉസാമത്തു, മാവിയത്തു, വക്കീമത്തു, ഇതെല്ലാം ആരാണ്? ആണുങ്ങളാ. അപ്പൊ ആണുങ്ങളുടെ നാമത്തിന് തായുണ്ടെങ്കിൽ, ആണുങ്ങളുടെ പേരിന് തായുണ്ടെങ്കിൽ അതിന് ഒരു ലമ്മേ ഉള്ളൂ. ആണുങ്ങളുടെ പേരിന് തായുണ്ടെങ്കിൽ അതിന് ഒരു ലമ്മ, അവസാനത്തിൽ ഒരു ലമ്മ ഉണ്ടാവും. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, മെർജ് ചെയ്യാം, ഇവിടെ യോജിപ്പിച്ച് പറയാം. പെണ്ണുങ്ങളുടെ പേരിനും ആണുങ്ങളുടെ പേരിനും കൂടെ യോജിപ്പിച്ച് പറഞ്ഞാൽ എന്ത് പറയാ, തായിൽ അവസാനിക്കുന്ന നാമങ്ങൾക്ക് എല്ലാ ഒന്നിനും ഇതില്ല, തൻവീനില്ല. അപ്പൊ അത് മാവിയത്താകട്ടെ ഖദീജത്താകട്ടെ ആരാകട്ടെ പ്രശ്നമില്ല. പിന്നെ സൈനബ് സുആദ് പോലെ പെണ്ണുങ്ങളുടെ പേരിന് താ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു തൻവീനില്ല. ഓക്കെ, അപ്പൊ ഇത് ആർക്കും വായിക്കാം. അടുത്തത് ഖാലിദും ഹംസത്തും മുതൽ അങ്ങോട്ട് വേഗം വായിക്കണം. ഈ നമ്പർ 9 വെറുതെ ഉദാഹരണം കൊടുത്താണോ? മുഹമ്മദും ഖാലിദും അത് വായിച്ചു പഠിക്കാനാണോ? ഖാലിദുൻ, ഹംസത്തു, അമാറുൻ, അനസുൻ. ഫരീദ് സാഹിബ് ക്ലാസ്സിൽ ഫുൾ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് വേറെ ശ്രദ്ധ പോകുന്നത്. മുആവിയത്തു, ഹാമിദുൻ. ഫരീദ് സാഹിബ് ഇടയ്ക്ക് വേറെ ശ്രദ്ധ പോയിട്ടുണ്ടോ? ക്ലാസ്സിൽ ഫുൾ ഇരിക്കുകയാണോ? അല്ല, 9 പറഞ്ഞില്ല, അതാണ് 9 പറഞ്ഞില്ല. 9 എന്താ പറയാഞ്ഞത്? മുഹമ്മദ് ഖാലിദ് എക്സാമ്പിൾ ആണ് ഉദ്ദേശിച്ചാണ് പറയാതെ ഞങ്ങൾ തോന്നുന്നത്. ഇത്രയും നേരം പറഞ്ഞത് അതിനെ കുറിച്ചാണ്. ഇത് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വെറുതെ വായിച്ചു പോയാൽ പോരാ എന്നാണ് പറഞ്ഞത്. സഹോദരിമാരെ ആരെങ്കിലും കേട്ടോ? ആരും കേട്ടില്ലേ? കേട്ടു ഒന്നുകൂടെ പറയണം. അത് ഖാലിദുന്റെ അവിടെ വന്നപ്പോഴാണ് ഇഖ്റഇൽ അസ്മാ എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ വെച്ചാണ് പറഞ്ഞത്. നമ്പർ 9 ഒന്നും പറഞ്ഞില്ല. അത് മുഹമ്മദും ഖാലിദും ഒരു എക്സാമ്പിൾ പോലെ. ഈ നമ്പർ 9 എവിടെ കിടക്കുന്നത്? 60ാമത്തെ പേജില്. എവിടെയാ ഉള്ളത്? അതിന്റെ താഴെയല്ലേ ഹംസത്തും തൽഹത്തും ഒക്കെ ഉസാമത്തൊക്കെ ഉള്ളത്? അത് നമ്മള് ഹർക്കത്ത് ഇട്ടിട്ടുണ്ട്, താഴെ ഹർക്കത്ത് ഇട്ടിട്ടില്ല. സഹോദരിമാരെങ്കിലും കേട്ട ഒരാൾ പറയും ഞാൻ എന്താ പറഞ്ഞത്? 9 പറഞ്ഞില്ല. 9 പറഞ്ഞില്ലേ? അത് മേലെ വരുന്നത് 9 ഇപ്പം പറഞ്ഞത്. മേലെ ഉള്ളത് തെൻവീനുള്ള നാമങ്ങളും അടിയിൽ ചോപ്പ് ഇതിലുള്ളത് താല് വരുന്ന നാമങ്ങൾക്ക് തെൻവീൻ ഉണ്ടാവില്ല. ഇത്ര നേരം പറഞ്ഞത് 9 തന്നെയാണ്. വായിക്കട്ടെ അടുത്ത്. അപ്പൊ കേട്ടവരുണ്ട്. സാധാരണ 9 കഴിഞ്ഞാൽ പിന്നെ പറയുന്നൊന്നും മനസ്സിലാവില്ല. അത് നമ്മൾ വേഗം നിർത്തുന്നു. മനസ്സിലാവും, നല്ലപോലെ മനസ്സിലാവും. ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഖാലിദ് മോൻ അങ്ങോട്ട് വായിക്കൂ. ഇവിടെ അടയാളമില്ലാത്തത് റഫീഖ് മാത്രം വായിക്കും. ഖാലിദുൻ, ഹംസത്തു, അമ്മാറുൻ, അനസുൻ, മുആവിയത്തു, ഹാമിദുൻ, ഉസാമത്തു, ഇക്രിമത്തു, അബ്ബാസുൻ, മുഹമ്മദുൻ, തൽഹത്തു. അവിടെ എന്താ പറ്റിയെന്ന് ചോദിച്ചാല്, നേരത്തെ നമ്മൾ ഇക്രിമ വായിച്ചപ്പോൾ അവിടെ ഫതഹാണ് എന്ന് ഫരീദ് സാഹിബ് പറഞ്ഞു. ഇടയ്ക്ക് നിങ്ങൾ പറയാതിരിക്കും. ഞാൻ പറയട്ടെ, ഞാൻ സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ പറയുന്നു. അപ്പൊ നിങ്ങൾ നോക്കിയത് താഴെയുള്ള ഇക്രിമയിലാണ് നോക്കിയത്. മുകളിലെ ഒരു ഇക്രിമ കിടപ്പുണ്ട്.
That is correct. അതാണ് ആദ്യം വായിച്ചത് കേട്ടോ. അപ്പം കൈ വെച്ചു. അൽ കലിമാത്തുൽ ജദീദത്തു അൽ ജമീലു. അൽ ജമീൽ എന്താ മീനിങ് പറഞ്ഞത് ഫരീദ് സാബ്? ജമീലു ഒളി. വേറെ മീനിങ്? ഫരീദ് എന്ന് പറഞ്ഞാൽ ഫരീദ് മാത്രമേ പറയാം, വേറെ ആരും പറയാം. ക്ലാസ്മേറ്റ്. വേറെ സഹപാഠി. അത് ഫരീദാ ഫ്രണ്ട് എന്ന് പറഞ്ഞത്? പേര് മാറ്റിയാ? പിന്നെ വേറെ സഹപാഠിയും ക്ലാസ്മേറ്റും പറഞ്ഞതേ നിങ്ങൾ കേട്ടുള്ളൂ അല്ലേ? കൊലീഗ് പറഞ്ഞിരുന്നു. നിങ്ങളെ പെണ്ണുങ്ങളെ പേരെല്ലാം മാറ്റി ഫരീദ് എന്നാക്കിയോ? ഓക്കെ. അസ്സൗജു വാഹിദുൻ ഫതൻ മഅ അത്തിഫ്ലു അൽ കുവൈത്തു. അവൾ കുവൈത്തിൽ എന്തുണ്ട്? അല്ലുണ്ട്. ആ അല്ലില്ലാത്ത ഒരു രാഷ്ട്രത്തിന്റെ പേര് പറഞ്ഞ്. അല്ല, അറബി പേര്. ഇംഗ്ലത്തറ അറബിയാ? അറബി പേര് സൂര്യ. സൂര്യക്ക് അല്ലില്ല. പിന്നെ വേറെ അബുദാബി വരുമോ? അബുദാബി അല്ലില്ല. വേറെ അബുദാബി അല്ല കേട്ടോ. അബുദാബി. അബുദാബി എന്ന് പറഞ്ഞാൽ മാന്റെ സ്ഥലം, മാന്റെ പിതാവ്. പിന്നെ വേറെ ബഹ്റൈൻ. അല്ല, ബഹ്റൈൻ അല്ലുണ്ട്. യമനിൽ അല്ലില്ല. ദുബായിക്ക് അല്ലില്ല. നിങ്ങൾ ഉറങ്ങിയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. ശരി. സൗദി വരുമ്പോഴാ? സൗദി. അൽ മംലക്കത്തുൽ അറബിയ്യത്തു സഊദിയ്യ. അൽ മംലക്കത്തുൽ അറബിയ്യത്തു സഊദിയ്യ. കിങ്ഡം ഓഫ് സൗദി അറേബ്യ. നിങ്ങൾ അറബി പറയുമ്പോഴത്തേക്ക് പിന്നെ കിങ്ഡത്തിലേക്ക് പോകല്ലേ? പാകിസ്ഥാൻ ഉണ്ടോ? പാകിസ്ഥാനിൽ അല്ലില്ല. എന്താ മീനിങ് പറഞ്ഞേ? ഫതൻ. ഫതൻ നമ്മൾ പഠിപ്പിച്ചു ഉണ്ടായിരുന്നോ? ഫതൻ യുവാവ്. യുവാവ്, ചെറുപ്പക്കാരൻ. ഫതന്നാഹു. ടീനേജ് കഴിഞ്ഞാൽ പിന്നെ ഫതൻ എന്നാ പറയാ കേട്ടോ. ബഹ്റൈൻ അല്ലുണ്ട്. പിന്നെ വേറെ ഏതാ സംശയം പറഞ്ഞ അല്ലുണ്ടോന്ന് ചോദിച്ചത്? ഏത്? മിസർ. മിസർ നമ്മൾ ഖുർആനിൽ വായിച്ചിട്ടില്ലേ? ആ അല്ലില്ല. മിസറിന് ഇതേ ഉള്ളൂ, അല്ലില്ല. പിന്നെ ടിഫില് എന്താ അർത്ഥം? ഏത്? ടിഫില്. ടിഫിലോ? ടിഫിലിനെ കുറിച്ച് നമ്മൾ കുറെ സംസാരിച്ചല്ലോ. ഏത്? മൊറോക്കോ. മഗ്രിബ്. അതിന് അല്ലില്ല. തുനീസിയ. ലെബനാൻ. അല്ലില്ല. ഗസ. ഏത്? ഗസ. ഗസ അല്ല, ഗസയാണ് കേട്ടോ. ഗാസ സ്ട്രിപ്പാണ്. ഈ മിസർ എന്ന് പറഞ്ഞാൽ എന്താ? ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ മിസർ തന്നെ. ഈജിപ്റ്റ്. മിസർ എന്ന് പട്ടണം എന്ന് അർത്ഥമുണ്ട്, ഈജിപ്റ്റ് എന്ന അർത്ഥമുണ്ട്.
അപ്പൊ ഈ മിസ്ർ രാജ്യമൊന്നും പട്ടണമെന്നും അർത്ഥമുണ്ട് അല്ലേ? അതെ, മിസ്ര എന്ന സ്ഥലം. ഖുറാനില് ഇഹ്ബിത്തു പറയില്ലല്ലോ. മിസ്ര എഹ്ബിത്തു മിസ്രൻ എന്ന് പറഞ്ഞിടത്ത് എന്താണ്? നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലേക്ക് പോയിക്കോളൂ. ആ മദീനയുടെ അർത്ഥം വരും അല്ലേ? അതെ, വേറെ ഉസ്താദ് ഒരു സംശയം ചോദിച്ചോട്ടെ? ആ ഈ മിന്ന് വന്നാല് ശേഷമുള്ളത് കെസറാണ്ടേ? ഇപ്പൊ മിൻ കബലി അല്ലേ വരണ്ടേ? ആ അപ്പൊ ഖുറാനിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് മീൻ കബുലൊന്ന് മീൻ കബുലാന്ന് വായിച്ചിട്ടുണ്ട്. നിങ്ങൾ ഖുറാന്റെ ഏത് ക്ലാസ്സിലുണ്ട്? അണ്ടർസ്റ്റാൻഡ് ഖുറാനിലുണ്ടോ? നിങ്ങള് അണ്ടർസ്റ്റാൻഡ് ഖുറാനിലുണ്ടോ? അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ ഡയമണ്ട് ഒക്കെ കഴിഞ്ഞാണ് പിന്നെ വീണ്ടും റിവിഷന് വേണ്ടിട്ട് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് ഏത് വർഷം കഴിഞ്ഞ്? ഷസ്ലീനായ അത് ഷസ്ലീന കല്ലാൻ. കല്ല ശരിക്കും എന്താ കല്ലാന്നില്ല, രണ്ടാമത്തെ വാക്ക് എങ്ങനെയാ വായിക്കാം? കല്ല എന്നില്ലേ അവസാനം? കല്ല ഇല്ല, 2 എ ആണ് അല്ലേ? 2 L 1 A കല്ല. 2 എല്ലും ഒരേ ആണ്. സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി ഓർമ്മയുണ്ട് കല്ല. ഓക്കെ, കല്ല എന്താ സംഭവം? കല്ല തറവാടിന്റെ പേര്. ഓക്കെ, ശരി. അപ്പൊ ചോദ്യം ചോദിക്ക്. മീൻ കബുലെന്ന് വായിച്ചിട്ടുണ്ട് സൂറത്ത് തകാബുലിന്റെ. പിന്നെ എവിടെ മീൻ കബുല എവിടെ വായിച്ചിട്ടുണ്ട് ഓർമ്മ വരുന്നുണ്ട് ഇപ്പൊ. മീൻ കബലയോ? മീൻ കബില ഉണ്ടാവില്ല. മീൻ കബിലും ഉണ്ട്. മീൻ കബിലും ഉണ്ടാവും, മീൻ കബിലിയും ഉണ്ടാവും. അതെന്താ കബില് വന്നെന്താ? കബിലിക്ക് കബിലു എന്ന് വന്ന് കബിലി വരുന്നിടത്ത് കബലിന്റെ കൂടെ വേറെ എന്തെങ്കിലും ചേർന്ന് വന്നിട്ടുണ്ടാവും. മലയാളത്തിൽ പറഞ്ഞാൽ എന്തിന്റെ മുമ്പേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കബലിന് കെസറുണ്ടാവും. മുമ്പ് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട്, മുമ്പ് തന്നെ, എന്തിന്റെ മുമ്പ് തന്നെ എന്ന് പറയുന്നില്ല, മുമ്പ് തന്നെ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ലമ്മയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ടൈം പറയാത്താണോ? ഏത് രണ്ടും നിങ്ങൾ പറഞ്ഞ സംശയം പറഞ്ഞില്ലേ? ഒരു സ്ഥലത്ത് മീൻ കബിലു എന്ന് വായിച്ചു, ഒരു സ്ഥലത്ത് മീൻ കബിലി എന്ന് വായിച്ചു. ആ 2 കബിലു ഉള്ളതും കബിലി ഉള്ളതും ഉദാഹരണം നിങ്ങൾ എന്നെ എടുത്ത് നോക്കിയാല് കബിലിന് മീൻ കബിലു എന്ന് പറഞ്ഞെടുത്ത് നിരുപാധികം മുമ്പ് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, എന്തിന്റെ മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. മീൻ കബിലി എന്ന് പറയുന്നിടത്ത് എന്തിന്റെ മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. ആ ആയത്തെടുത്ത് നോക്കിയാലും മനസ്സിലാവും. മീൻ കബലി അയ്യഹും, അവിടെ എന്തുണ്ട്? അദ്ദേഹത്തിന് അവരുടെ അടുക്കൽ വരുന്നതിന് മുമ്പ്. അപ്പൊ കബലിന് ശേഷം എന്തുണ്ട്? എന്തിന്റെ മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? മീൻ കബൽ നേരത്തെ തന്നെ വന്നിട്ടുണ്ട്. അലം യഅതികും നബഉല്ലദീന കഫറു. നബഅു അല്ല നബഉല്ലദീന. നബഉല്ലദീന കഫറു. അലം യഅതികും നബഉല്ലദീന കഫറു മിൻ ഖബലു. അവർക്ക് മുമ്പ് തന്നെ സത്യനിഷേധികളുടെ വിവരം അവർക്ക് വന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ വന്നിട്ടില്ലേ? അലം യഅതികും, നിങ്ങൾക്ക് വന്നിട്ടില്ലേ? നബഉല്ലദീന കഫറു, സത്യനിഷേധികളുടെ വൃത്താന്തം നിങ്ങൾക്ക് മുമ്പ് തന്നെ വന്നിട്ടില്ലേ? നിങ്ങൾക്ക് മുമ്പ് തന്നെ വന്നിട്ടില്ലേ? അപ്പൊ അവിടെ ഒരു ടൈം സ്പെസിഫിക് ചെയ്യുന്നില്ല. ടൈം മാത്രമല്ല, എന്തിന്റെ മുമ്പ്, എന്ത് വസ്തുതയ്ക്ക് മുമ്പ് എന്ന് വരുന്നിടത്ത് എല്ലാം അവിടെ എന്തുണ്ടാകും? കെസറുണ്ടാവും. അപ്പൊ എന്തിന്റെ മുമ്പ് എന്ന് പറയുന്നില്ലെങ്കിൽ അവിടെ ലമ്മ ഉണ്ടാവും. നിങ്ങൾ ഒരുപാട് ചിന്തിക്കരുത്. ഇപ്പൊ ചോദിക്കുമ്പോൾ നിങ്ങൾ അതേ ഉദാഹരണത്തിലേക്ക് തിരിച്ചു പോയിട്ട് നന്നായിട്ട് ചിന്തിക്കുക. ഓക്കെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ നന്നായി പഠിക്കാനും അറബി ഭാഷ നന്നായി പഠിക്കാനും ഖുർആൻ നന്നായി ഗ്രഹിക്കാനും ആഴത്തിൽ പഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
صلى الله تعالى وسلم على خير نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. والسلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاكم الله خيرا. Hello.